സഫറിങ്ങിനെ കുറിച്ച് പറയാൻ. സഫറിങ് എന്ന് പറഞ്ഞാല് സംസ്കൃതത്തിലെ ദുഃഖം എന്ന് പറയും. എന്താണ് സഫറിങ്? വാട്ട് ഈസ് സഫറിങ്? അതൊരു സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ സഫറിങ്. ഈ സഫറിങ് എന്നുള്ളത് ഈ സബ് ഫെറേ എന്നാണ്. ഈ ലാറ്റിൻ വേർഡ് സബ് ഫെറേ എന്നാണ്. അത് ഫ്രം ബിലോ, ബെയറിങ് ഫ്രം ബിലോ എന്നാണ്. അതാണ് സഫറിങ്ങിന്റെ ലാറ്റിൻ. സംസ്കൃതത്തിന്റെ ആണെങ്കിൽ ദുഃഖ എന്നുള്ള രണ്ട് വാക്കുകളാണത്. രണ്ട് വാക്കുകൾ ചേർന്നിട്ടുള്ളതാണ് ദുഃഖ എന്നുള്ളത്. അതിനുള്ള പലതരത്തിലുള്ള ഡെറിവേഷൻ പറയുന്നുണ്ട്. ഞാൻ സാധാരണ പറയുന്നത്, ഫോളോ ചെയ്യുന്ന എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു എറ്റിമോളജിക്കൽ സോഴ്സാണ്. അതായത് ദുഹു എന്ന് പറയുന്നത് ബാഡ്, പൊള്യൂട്ടഡ് ആയിട്ടുള്ള വിശേഷണമാണ്. അതായത് ശരിയായിട്ടില്ലാത്തത്, കലുഷമായിട്ടുള്ള ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ദുഷ്കരം എന്നൊക്കെ പറയുന്നത്. ദുഷ്ടൻ എന്നൊക്കെ പറയുന്ന അതിൽ എന്നുള്ളത്. ഖം എന്നുള്ളത് ആകാശം എന്നുള്ളതാണ്, സ്കൈ. അപ്പം ദുഷിച്ച ആകാശം എന്നാണ് ആ വാക്കിന്റെ ലിറ്ററൽ മീനിങ് വരിക. പക്ഷെ ഇത് സാധാരണ സംസ്കൃത വ്യാകരണന്മാര് സ്വീകരിക്കുന്ന ഡെഫിനേഷൻ അല്ലായിരിക്കും ചിലപ്പം. ഈ ഡെഫിനേഷൻ പ്രകാരം ദുഷിച്ച അതായത് കലുഷമായ ആകാശം, ഇരുണ്ട ആകാശം എന്നുള്ള വാക്ക് മെറ്റഫറിക്കലായിട്ട് മനുഷ്യന്റെ മനസ്സിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. കലുഷമായി ഇരുണ്ട ആകാശം, മനസ്സാകുന്ന ആകാശം ഇരുളുക എന്നാണ് ഇതിന്റെ ഒരു ഡിറൈവ്ഡ്, ഒരു മെറ്റഫറിക്കലായിട്ട് പ്രയാസം. ഇരുണ്ട ആകാശം. അപ്പൊ ദുഃഖം എന്നുള്ളത് മനുഷ്യര് മനസ്സ് തെളിഞ്ഞതല്ലാതെ കലുഷമായി ഇരിക്കുക, ഇപ്പോൾ പെയ്യും എന്നുള്ള രീതിയിൽ ഇരുണ്ട് ദുഃഖപൂർണമായി നിൽക്കുക. അതാണ് ദുഃഖം എന്നുള്ള വാക്ക്. പെയ്യാൻ പോകുന്ന ആകാശത്തെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് മനസ്സ്. അതാണ്. അപ്പൊ ഈ എക്സിസ്റ്റൻസ് ആ രീതിയിൽ ഈ ദുഃഖപൂർണമാണ് എന്നുള്ളതാണ് ബുദ്ധന്റെ ഒരു. അത് കപിലനാണ് ശരിക്കും ദുഃഖത്തെ പറ്റിയൊരു തിയറി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷിലെ സഫറിങ് ഏതാണ്ട് ഈ ദുഃഖത്തിന് സമാനമായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് സഫറിങ് എന്നാണ്. എന്നുള്ള ട്രാൻസ്ലേഷൻ കൊടുത്തിട്ട് സഫറിങ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ സബ് ഫെറെ, അതായത് ബെയറിങ് ഫ്രം ബിലോ. അതും ഒരുതരം വിമിട്ടാണ്, ആളുകൾക്ക് ഒരു സഫോക്കേറ്റിംഗ് ആയിട്ട് തോന്നുന്ന അവസ്ഥയാണ് സഫറിങ്. അതായത് എക്സിസ്റ്റൻസ് അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥ മനുഷ്യനിൽ ഉണ്ടാക്കും. ആക്ച്വലി പാലി ഈ പ്രാക്ടിക്കൈസ്ഡ് ആയിട്ടുള്ള ബുദ്ധിസ്റ്റില് ദുഹ് എന്ന് പറഞ്ഞ് ഞാൻ ഈ പറയുന്ന ഡെഫിനേഷൻ രീതിയിലല്ല ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ദുഹ് സ്ഥാനാണ്, അതായത് മോശമായ സ്ഥിതി എന്നാണ് അതിന്റെ. അപ്പൊ അതൊക്കെ തന്നെ പോയിന്റ് ചെയ്യുന്നത് മനുഷ്യർക്ക് അതായത് സുഷ്ടുവായിട്ടുള്ള രീതിയിലല്ല, മനസ്സ് തെളിഞ്ഞ സുഖമായിട്ടുള്ള അവസ്ഥയല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതായത് മനുഷ്യന്റെ, അതാണ് ബുദ്ധിസ്റ്റ് ട്രഡീഷനിലുള്ള ദുഃഖം എന്നുള്ള വാക്കിന്റെ ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ അതിലൊക്കെ തന്നെ ഒരു കാര്യം കാണിക്കുന്നത് വെച്ചാൽ ഈ വാക്കുകൾ എന്തായാലും അത് സൂചിപ്പിക്കുന്നത് ആനുഭവികമായ തലത്തിൽ എന്താണ് അത് എന്നാണ്. മനുഷ്യർക്ക് എക്സിസ്റ്റൻസ്. അപ്പൊ എന്താണ് ആ ദുഃഖത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്? മനുഷ്യരുടെ സ്ഥിതി, നിലനിൽപ്പിലുള്ള ഒരു വിശേഷം, നിലനിൽപ്പിന്റെ ഒരു വിശേഷണമായിട്ടാണ് അത്, ജീവിക്കുന്നതിന്റെ വിശേഷം. അത് ദുഃഖപൂർണമാണ്, അല്ലെങ്കിൽ ദുഃഖം അടങ്ങിയതാണ്. അപ്പൊ അതിന്റെ നിവാരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ബുദ്ധന്റെ തിയറി, ബുദ്ധന്റെ രീതി, ആനുഭവികമായ രീതി. അത് വെസ്റ്റേൺ പാശ്ചാത്യ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സിവിലൈസേഷനിൽ ഈ സഫറിങ് അത്ര വലിയ പ്രധാനമായിട്ട് കരുതായിട്ട് ഞാൻ കണ്ടില്ല. ഒരു ഫിലോസഫേഴ്സാണ്
ആണെങ്കിലും യോഗി അവിടുത്തെ സ്പിരിച്വൽ ലീഡേഴ്സ് ആണെങ്കിലും ഈ സഫറിങ് അത്ര പ്രധാനമായിട്ട് തോന്നുന്നുണ്ട്. എന്തായിരിക്കും കാരണം എന്ന് ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ ആലോചിച്ചു നോക്കി. സഫറിങ്ങില് സഫറിങ് എന്നുള്ളത് ഒരു മുന്നോട്ട് പോകാൻ കഴിയാതെ മൂവ്മെന്റ് തടഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. മുതിരാൻ പറ്റണം, അതിന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ട്രക്കായി പോയിട്ടുള്ള ഒരു അവസ്ഥ. അതുണ്ടാക്കുന്ന ഒരു വേദന, അതാണ് അത് വെസ്റ്റേൺ സൊസൈറ്റിയിലാണെങ്കിൽ ഫിലോസഫേഴ്സോ അല്ലെങ്കിൽ അവിടുത്തെ സൊസൈറ്റിയിലെ വാല്യൂസ് അധികം തന്നെ അങ്ങനെ ഇതൊക്കെ എൻ്റെ ചിത്രങ്ങളാണ്. നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഓരോ ഇമേജുകൾ മനസ്സിൽ വരുന്ന പറയാൻ ചിലപ്പോൾ തെറ്റായിരിക്കാം ഞാൻ പറയുന്നത്, ഹിസ്റ്റോറിക്കലി ഇൻകറക്റ്റ് ആയിരിക്കാം. പക്ഷേ ഒരു ഇംപ്രഷൻ എനിക്കുണ്ടായിട്ടുള്ള അതാണ്. അതായത് ഒരു മൂവ്മെന്റിനെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഈ കബീറിന്റെ വാക്കുകൾ പറഞ്ഞാൽ, കബീറിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാജ, അതായത് രജോ ഗുണപരമായിട്ടുള്ള രീതിയിലുള്ളൊരു ക്വാളിറ്റിയാണ്, ഗുണമാണ് ഈ വെസ്റ്റേൺ സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെ ഒരു സഫറിങ്ങിന് അത്ര പ്രാധാന്യം കൊടുക്കാൻ ഒരു മുതിർന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം പരാക്രമം അതിൻ്റെ ഒരു സവിശേഷത. അതായത് ഓർഡർ, നമുക്ക് ആ ക്രമം തെറ്റുന്ന നമ്മളിലല്ല മറ്റുള്ളവരിലാണെന്നുള്ള, പ്രകൃതിയിലും മറ്റു മനുഷ്യരിലും ഒക്കെ ഓറിയന്റഡ് ആയിട്ട് കർമ്മനിരതമാവുന്ന ഒരു രീതിയിൽ സഫറിങ് അത്ര പ്രധാനമായിട്ട് വരുമെന്ന സംശയം. സഫറിങ്ങിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂവ്മെന്റിനുള്ളൊരു തടസ്സം കാണുന്നുണ്ട്. ഇപ്പൊ ഒരു സിവിലൈസേഷന്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ ആ സഫറിങ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് ഇന്ത്യയിലെ വൈദിക, അതായത് വേദത്തിന്റെ ഏതാണ്ട് അന്ത്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചിന്തകളൊക്കെ തന്നെ ആ രീതിയിൽ വരാൻ കാരണം എന്തായിരിക്കും എന്നുള്ളത് ഹിസ്റ്റോറിക്കലി ഉണ്ടാക്കുന്ന ഒരു ചരിത്രപരമായ കൗതുകമാണെങ്കിലും, ഇപ്പോ വൈദിക പാരമ്പര്യമാണെങ്കിലും വേദങ്ങളിലൊക്കെ ആണെങ്കിലും ഈ സഫറിങ് അത്ര വലിയ പ്രധാനമായിട്ട് കരുതപ്പെടുന്നില്ല. അവിടെ സഫറിങ് അല്ല, എൻജോയിങ് ലൈഫ് ആണ് കൂടുതൽ. പിന്നെ പ്രകൃതിയെ കൂടുതൽ കൺട്രോൾ ചെയ്യാനും പിന്നെ വിഭവങ്ങൾ ഉണ്ടാവാനും നേട്ടങ്ങൾ ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. അതിൻ്റെ പ്രകീർത്തനങ്ങൾ, അതിനുള്ള റിച്വൽസും അതിനുള്ള തന്ത്രങ്ങളൊക്കെ, അതാണ് ജീവിതത്തിലൊരു ജോയ്, മധുപാനം, അങ്ങനെയുള്ള ജീവിതത്തിനെ എൻജോയ് ചെയ്യുന്ന ഒരു ഇതാണ് വേദിക്. പ്രാരംഭത്തിൽ ഞാൻ പൊതുവെ എൻ്റെ റീഡിങ്ങിൽ എനിക്ക് മനസ്സിലായി ഈ കപിലനൊക്കെ വരുന്നത് ഏതാണ്ട് വൈദിക ആ കാലഘട്ടത്തിന്റെ അവസാനമായിട്ടുള്ള ബുദ്ധനും വരുന്നത്, ബുദ്ധനും കപിലന് ശേഷമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കപിലൻ ഇങ്ങനെ ഒരു തിയറി ഓഫ് സഫറിങ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും എനിക്ക്, അതായത് ഹിസ്റ്റോറിക്കലി നമുക്കൊരു ഡാറ്റ ഒന്നും ഇല്ല. അതായത് കപിലന്റെ പുസ്തകം തന്നെ പിന്നെ വർക്ക് തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് ഈശ്വരകൃഷ്ണന്റെ അക്കൗണ്ടിലാണ്, ഈശ്വരകൃഷ്ണന്റെ സാഖ്യകാരികയിൽ കൂടിയാണ് നമുക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ. മറ്റു രീതിയിൽ ഒറിജിനൽ വർക്ക് എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ ഒറിജിനലാണോ അതല്ല അത് ശരിക്കും കപിലൻ എഴുതിയാണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ കപിലന്റെ പറ്റിയിട്ടുള്ള ആശയങ്ങൾ, ഈ ദുഃഖത്തെ പറ്റിയിട്ടുള്ള തിയറി പല ആളുകളുടെ അക്കൗണ്ടുകൾ കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയാം, അത് വൈദിക പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്താഗതി, ഒരു വീക്ഷണം അല്ലെങ്കിൽ ഒരു കൺസേൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ബുദ്ധന്റെ ആണ്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ കാരണം എന്നുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു
ക്വസ്റ്റ്യൻ മാത്രം. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ എന്തായാലും ഇന്ത്യയില് ഇന്ത്യൻ ഈ ഈസ്റ്റിലും പൊതുവെയും ഇവിടെയും അത് ഈ ബുദ്ധന്റെ ഈ ബുദ്ധൻ ആനുഭവികമായ രീതിയിൽ ഇതിനെ കൂടുതലും ഇതിന്റെ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ പ്രായോഗികമായ പല പ്രായോഗികമായ പല പരിഹാരങ്ങളിലേക്കും നമ്മുടെ അവിടുത്തെ അന്നത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് വിട്ടതിന്റെ ഫലമായിട്ട് ആയിരിക്കണം അത് വളരെയധികം പ്രബലമായ ഒരു ചിന്താഗതിയായിട്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ പൊതുവെ വന്നിട്ടുണ്ട്. ലോകത്തിലെ മൂന്നാമത്തെയോ നാലാമത്തെ ഏറ്റവും വലിയ റിലീജിയനാണ് അത്രേ ബുദ്ധമതം. പക്ഷെ ആ ബുദ്ധമതം റിച്വലിസ്റ്റിക് ആയിട്ട് എല്ലാ മതങ്ങളും പോലെ എൻലൈറ്റൻമെന്റിന്റെ ആവശ്യമില്ലാത്തൊരു മതമായിട്ട് മാറിയെങ്കിലും പക്ഷെ ഈ സഫറിങ്ങിനെ എംഫസിസ് എടുക്കുന്നതിന് ഏഷ്യയിൽ ഭയങ്കര പ്രാധാന്യം വരുന്നതിന്റെ കാരണവും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ പറയാം അതൊക്കെ അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് എന്താണ് സഫറിങ് എന്നുള്ള ഒരു ചോദ്യം, അതായത് എന്തുകൊണ്ട് പാശ്ചാത്യ സിവിലൈസേഷൻ നാഗരികത അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, നേരെ മറിച്ച് ഏഷ്യയിലും രാജ്യങ്ങളിലും അത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉത്കണ്ഠയായിട്ട് അവരുടെ ഇടയിൽ വന്നു എന്നുള്ളതിനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിക്കൊണ്ട് ഈ സഫറിങ്ങിനെ പറ്റിയിട്ട് ശരിക്ക് ആലോചിക്കാം. അപ്പം കപിലന്റെ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാലികളുടെ ഈശ്വരകൃഷ്ണന്റെ കാലികൾ കൂടി കാണുന്ന കപിലന്റെ തിയറി ഓഫ് ദുഃഖം നോക്കിക്കഴിഞ്ഞാൽ തിയറി ഓഫ് ദുഃഖം എന്ന് ഞാൻ പറയാൻ കഴിയും. ശരിക്കും അത് തിയറി ഓഫ് ദുഃഖമല്ല, സാഖ്യ ദർശനം എന്നാണ് അതിന് പറയുന്നത്. സാഖ്യ കാര്യങ്ങൾ വെച്ചാൽ കൗണ്ടിങ്, ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ്, കൗണ്ടബിൾ എന്നുള്ള അർത്ഥത്തിൽ. അതായത് പ്രാപഞ്ചിക യാഥാർത്ഥ്യത്തിന്റെ ഒരു സാഖ്യമായ ഒരു അക്കൗണ്ടാണ്. ഹലോ എന്താ തുടങ്ങി സാറ് തുടങ്ങി കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലേ? കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട് പക്ഷെ അതാരും മൈക്രോഫോൺ ഓൺ ചെയ്തിട്ട് ഇത് ചെയ്തതാ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത് വെച്ചാൽ സാഖ്യ ദർശനം എന്ന് പറയുന്നത് ഈ പ്രാപഞ്ചിക ആത്യന്തിക യാഥാർത്ഥ്യത്തിന്റെ സ്വഭാവത്തെ പറ്റിയിട്ടുള്ള വിവരണമാണ്. പക്ഷെ എന്താണ് ആ വിവരണത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതറിയുക എന്നുള്ളത്, അതിനെപ്പറ്റിയൊരു ജ്ഞാനം ഉണ്ടാവുക എന്നുള്ളത് ദുഃഖത്തിന്റെ നിവാരണത്തിന് ആവശ്യം എന്നുള്ള രീതിയിലാണ് കപിലന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത് ദുഃഖ സിദ്ധാന്തമാണെന്ന് ഞാൻ പറയാൻ കാരണം പലതരത്തിലുള്ളത് ആധിദൈവികം, ആധിഭൗതികം, ആധ്യാത്മികം എന്നുള്ള, അതായത് പ്രപഞ്ചത്തിലുള്ള ഭൗതിക ലോകത്തുനിന്നുണ്ടാവുന്ന സമ്മർദ്ദങ്ങളിൽ കൂടി ഉണ്ടാവുന്ന ദുഃഖം നമ്മുടെ കയ്യിൽ, നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തൊരു കോസിൽ നിന്നുണ്ടാവുന്ന ദുഃഖം, പിന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ആധ്യാത്മിക ദുഃഖം. ഇങ്ങനെയുള്ള ദുഃഖങ്ങളുടെ മനസ്സിലാക്കുക എന്നുള്ള, അതിന്റെ സ്രോതസ്സുകളെ മനസ്സിലാക്കുക എന്നുള്ളത്, ജ്ഞാനം, അതിനെപ്പറ്റി ജ്ഞാനം ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ നിവാരണത്തിന്റെ പ്രധാനമാണ്. അപ്പൊ ഇതിനേക്കാളും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമാണ് ബുദ്ധന്റെ. ബുദ്ധന്റെ വെച്ചാല് ഈ തൃഷ്ണകള് തന്നെയാണ് ആഗ്രഹങ്ങൾ, മനുഷ്യന്റെ കാമന തന്നെയാണ് മനുഷ്യന്റെ ദുഃഖത്തിനുണ്ടാക്കുക. അതായത് ഇംപെർമനന്റ് ആയിട്ടുള്ള ഒന്നിന്റെ പെർമനൻസി കാണാൻ ശ്രമിക്കുക. അതിന് റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് തൃഷ്ണയിൽ നിന്ന് വരുന്നതാണ്, അതിൻ്റെ കൂടെയുള്ള അറ്റാച്ച്മെന്റ്, അതിലൂടെ ദുഃഖം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ദുഃഖം എന്നുള്ളത് അങ്ങനെ ഒരു നിത്യമാന്നല്ല, ഒരു ട്രൂത്താണ്. മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച ട്രൂത്താണ്. അതിങ്ങനെ ഈ മനുഷ്യന്റെ ഈ അറ്റാച്ച്മെന്റ് കൊണ്ട്
അതായത് ഇംപെർമനന്റ് ആയിട്ടുള്ള ഒന്നിനെ പെർമനന്റ് ആയിട്ട് എടുത്തുകൊണ്ടുള്ള അറ്റാച്ച്മെന്റ് എന്തായാലും ദുഃഖത്തിലെ കലാശിക്കൂ എന്നുള്ള ഒരു ഒരു റീഡിംഗ് ആണ് ബുദ്ധന്റെ. അപ്പോ അപ്പൊ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതാണ് ഒരു വെറും സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ അല്ല ബുദ്ധന്റെ, എക്സിസ്റ്റൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ. അത് ഭൗതിക ലോകത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ല ബുദ്ധൻ്റെത്. അതായത് ഭൗതിക ലോകം എന്ന് വെച്ചാൽ ഭൗതിക യാഥാർത്ഥ്യത്തെ പറ്റി, ലോക യാഥാർത്ഥ്യം, ഭൗതിക അല്ല, ആത്യന്തിക യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള ചിന്തയോ അല്ല കപിലൻ്റെത് പോലെ. അത് സോഷ്യൽ ആയിട്ടുള്ള ചിന്തയോ അല്ല. അതായത് സോഷ്യൽ, അത് എക്സിസ്റ്റൻഷ്യൽ ആണ്, മനുഷ്യരുടെ നേരിടുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ഗണി ഒരു ഇതായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ ഇത് മനുഷ്യന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ, മനുഷ്യന്റെ ഈ സ്വഭാവങ്ങൾ തന്നെ സഹജമായിട്ട് ദുഃഖത്തിലേക്കേ കൊണ്ടുപോകും. അതുകൊണ്ട് ഇപ്പൊ മനുഷ്യൻ ജീവിക്കുമ്പോൾ ഈ ദുഃഖത്തിനെ അറിഞ്ഞ് ദുഃഖത്തെ മനസ്സിലാക്കി ദുഃഖത്തിന്റെ നിവാരണത്തിന് വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് ദുഃഖ നിവാരണം ഉണ്ടാക്കുക. അതാണ്. അപ്പൊ അതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു സിദ്ധാന്തമായിട്ട് പറയാൻ പറ്റില്ല, ഒരു കർമ്മ പദ്ധതിയാണ്, ദുഃഖം മാറ്റാണ്. അതായത് ഏതാണ്ട് ഒരു മെഡിക്കൽ ഇതുപോലെ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ സെറ്ററിയോളജിക്കൽ ആയിട്ടുള്ള ഒരു രീതിയാണ് സാൽവേഷൻ. അത് അത്രയും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. അതിനൊരു മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് എടുക്കുന്നത്. അതായത് ദർ ഈസ് എ പ്രോബ്ലം വിത്ത് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, ഹൗ ടു സോൾവ് ഇറ്റ്. ആൻഡ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് as it stands definitely lead one to sorrow or suffering. അപ്പൊ അതുകൊണ്ട് അതിനെ നിവാരണം ചെയ്യാൻ വേണ്ടി എന്താ ശ്രമിക്കുക എന്നുള്ളതാണ്, എന്താ ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധന്റെ ഇത്. അപ്പൊ ഞാൻ ഇതിന് ഇത്തരത്തിലുള്ള രണ്ട് ഭാരതീയ പാരമ്പര്യത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ദുഃഖത്തെ പറ്റിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളെ ഞാൻ അതിനെ പരിശോധിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെച്ചാൽ അതിനോട് ചേർന്ന് നിൽക്കുകയും പക്ഷെ അതിൽ നിന്ന് കുറച്ച് മാറി പോവുകയും ചെയ്യുന്ന രീതിയിൽ അതിനെ നോക്കുമ്പോൾ സഫറിങ്ങിനെ എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്നുള്ള അതിൽ എങ്ങനെയാണ് സഫറിങ്ങിനെ നമ്മൾ സിറ്റുവേറ്റ് ചെയ്യേണ്ടത് ഹ്യൂമൻ എക്സിസ്റ്റൻസിൽ, അതിനെപ്പറ്റിയുള്ള ചില വിചാരങ്ങളാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അതായത് ഞാനത് പറയുന്നത് വെച്ചാൽ ഈ സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ളൊരു പരിശോധന ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ സഫറിങ്ങിനെ പറ്റിയിട്ട് ആദ്യം പറയാന്ന്. അപ്പൊ എന്താണ് സഫറിങ്ങിന്റെ പറ്റിയിട്ട് ഈ നിലനിൽക്കുന്ന ഈ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യസ്തമായി നോക്കാൻ പ്രേരിപ്പിക്കുന്ന എന്താണെന്ന് ഞാൻ പറയാൻ വിചാരിക്കുന്നു. സഫറിങ് ഇപ്പൊ ബുദ്ധന്റെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കപിലന്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ പുദ്ഗള, ബുദ്ധൻ പറയുന്ന പുദ്ഗള വ്യക്തി, ഒരു ശരീരം എന്നുള്ള വ്യക്തി എന്നുള്ള ഒരു പേഴ്സൺ എന്നുള്ളതൊക്കെ പുദ്ഗള എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത്. അതായത് ശരീരത്തിൻ്റെ വെച്ചാൽ ശരീരം ഇപ്പൊ പ്രകൃതി പുരുഷ പിന്നെ പ്രകൃതി പുരുഷ യോഗത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ എൻടാങ്കിൾമെന്റിന്റെ ഒരു പ്രോഡക്റ്റാണ് ഓരോ വ്യക്തിയും എന്ന് പറയാം. പ്രകൃതി പുരുഷ എന്നുള്ളത് പ്രകൃതി സ്ത്രീ പുരുഷൻ എന്നുള്ള അർത്ഥത്തിലല്ല, ഏത് സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാം തന്നെ അത് ഈ പ്രകൃതി പുരുഷ എൻടാങ്കിൾമെന്റിന്റെ ഒരു പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റ് അതിന്റെ ഒരു എക്സാമ്പിളാണ്. അപ്പം അതിലെന്താണ് അപ്പൊ അവിടെയാണ് നോക്കുന്നത്. അതായത് ബയോളജിക്കലോ അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യലോ ഇൻഡിവിജ്വലോ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. അപ്പൊ അതിൽ
ഇങ്ങനെ ഇങ്ങനെ ഗുണങ്ങളുണ്ട്, അതിനെ ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ അതിനെ മനസ്സിലാക്കിയാൽ അതിനെ മറികടക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഇൻഡിവിജ്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അത് പരിശോധിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ സാഖ്യയോട് ചേർന്നുകൊണ്ട് അതിൻ്റെ പിന്നെ ഒരു കോംപ്ലിമെന്റ് പോലെയാണ് യോഗ, പതഞ്ജലിയുടെ യോഗസൂത്രം അറിയപ്പെടുന്നു. അത് ഈ ഭഗവത്ഗീതയിൽ ഇങ്ങനെ ഒരു ചൊല്ലൽ ഒരു പിന്നെ എക്സ്പ്രഷൻ ഉണ്ട്. അതായത് സാഖ്യ യോഗോ പൃഥക് ബാല എന്നാണ്. വെറും ബാലന്മാരാണ്, കുട്ടികളാണ് ഈ സാഖ്യയും യോഗവും പൃഥക് രണ്ടാണ്, വേറെ വേറെയാണെന്ന് വിചാരിക്കുന്നത്. അപ്പം ഭഗവത്ഗീതയുടെ ജഡ്ജ്മെന്റില് സാഖ്യ യോഗവും രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ട് വേറെ വേറെയല്ല. അത് യോഗ എന്നുള്ളത് സാഖ്യ ദർശനത്തിന്റെ ഒരു പ്രയോഗമായിട്ട്, അതായത് പുരുഷൻ എന്നുള്ളത് സോളോ അല്ലെങ്കിൽ സ്പിരിറ്റ് എനർജി എന്ന് പറയുന്നത്, അത് പ്രകൃതിയുമായി കെട്ടുപണിഞ്ഞ് കിടക്കുന്നതിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അല്ല സ്ത്രീയെ പുരുഷനെന്ന് മോചിപ്പിക്കുക എന്നുള്ള, അല്ല പുരുഷനെ സ്ത്രീയെന്ന് മോചിപ്പിക്കുക എന്നുള്ളതല്ല അതിന്റെ ധ്വനി. പലരും അങ്ങനെ ചിലപ്പോൾ റീഡ് ചെയ്യുക. പക്ഷെ അത് വെച്ചാൽ ഏത് സ്ത്രീ മനുഷ്യ രീതിയിലാണെങ്കിൽ, സ്ത്രീ ആണെങ്കിൽ പുരുഷനായാലും അതിന്റെ അകത്ത് അവരുടെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് കിടക്കുന്ന ഈ എൻടാങ്കിൾഡ് ആയിട്ടുള്ള കെട്ടിപ്പണിഞ്ഞ് കിടക്കുന്ന ആ സ്പിരിറ്റിൻ ഈ തരത്തിലുള്ള ബാധ്യതകളിൽ പിണഞ്ഞു കിടക്കുന്ന അവസ്ഥയെ അതിനെ മോചിപ്പിക്കുക. അപ്പൊ അത് എനർജി, ബോധം ഒക്കെയാണ്, അതായത് സ്പിരിറ്റ്. അപ്പൊ യോഗ ചെയ്യുന്നത് വെച്ചാല് അതെങ്ങനെയാ മോചിപ്പിക്കുക എന്നുള്ളത്, ധ്യാനത്തിലൂടെ എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. പക്ഷെ അതിലൊന്നും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ യോഗ ചിത്തവൃത്തിയെ നിരോധിക്കലാണ് അതിന്റെ തുടക്കം. അങ്ങനെയാണ് യോഗയിൽ പറയുന്നത്. പിന്നെ പലതരത്തിലുള്ള പദ്ധതികൾ അത് ആവിഷ്കരിക്കുകയാണ്. എങ്ങനെയത് അപ്പൊ അതാണ് അതിന്റെ അപ്പൊ അതിലെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിന്റെ മേലെ തന്നെയാണ് ഇതിന്റെ ബേർഡൻ കിടക്കുന്നത്. അതായത് ഈ സഫറിങ് ഇല്ലാതാക്കുന്ന ഇൻഡിവിജ്വലിന്റെ മനസ്സ്. ഇപ്പം ഈ ഞാൻ മുമ്പ് പറയാറുള്ള പോലെ ഈ ഉപനിഷത്തുകളിലൊന്നും പറയുന്നത് മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയം. മനസ്സ് തന്നെയാണ് മനുഷ്യന്റെ ബന്ധനത്തിനും മോക്ഷണത്തിനും കാരണം, മോക്ഷത്തിനും കാരണം. അപ്പം മനസ്സിന് ഇൻഡിവിജ്വലിന്റെ കോൺഷ്യസ്നെസിന്റെ തലത്തിൽ ആണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാവേണ്ടതെന്നാണ്. അതായത് ദുഃഖത്തിന്റെ നിവാരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അത് ബുദ്ധന്റെ രീതി അങ്ങനെ തന്നെയാണ്. ബുദ്ധൻ്റെത് ആഗ്രഹ നിരോധം ചെയ്തുകൊണ്ട്, അതായത് ആഗ്രഹ നിരോധം എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളെ അറ്റാച്ച്മെന്റിനെ ഉണ്ടാക്കാൻ ലേക്ക് നയിക്കും. അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ ഒരു സാധനത്തിലൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് പ്രസംഷൻ എന്താന്ന് വെച്ചാൽ അത് തനിക്ക് വേണ്ടി എപ്പോഴും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് അറ്റാച്ച്മെന്റ്. അപ്പൊ അത് ഇല്ലാന്ന് കാണുമ്പോൾ ദുഃഖം ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ എല്ലാ സാധനവും. നമ്മൾ ക്രേവിങ് എന്ന് വെച്ചാൽ തൃഷ്ണ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഈ ക്രേവിങ് മനുഷ്യന്റെ ഈ നിലനിൽക്കാത്ത പെരിഷബിൾ ഇംപെർമനന്റ് ആയിട്ടുള്ള ഒന്നിനോടുള്ള തൃഷ്ണ, ക്രേവിങ് ആണ് ഈ ദുഃഖത്തെ ഉണ്ടാക്കുക. അപ്പൊ അത് മാറ്റാം. അപ്പൊ അത് ആ ആള് വിചാരിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇത്തരം നിന്നുള്ള ഒരു ഡിപ്പാർച്ചറായിട്ട് ഞങ്ങൾക്ക് വന്ന് എടുക്കേണ്ടത് ഇതിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോന്നുണ്ട്. അങ്ങനെ വ്യക്തികൾക്ക് ഇങ്ങനെ ഈ നിർവ്വാണാണെങ്കിലും ദുഃഖ നിവാരണമാണെങ്കിലും അങ്ങനെ ഉണ്ടാവുമോ. അതുകൊണ്ട് ഞാൻ ഒരു സോഷ്യൽ സഫറിങ് എന്നുള്ള ഒരു നോഷൻ കൊണ്ടുവരാൻ വിചാരിക്കും. സോഷ്യൽ സഫറിങ്, ദർ ഇസ് ഓൺലി സോഷ്യൽ സഫറിങ്, ദർ ഇസ് നോ ഇൻഡിവിജ്വൽ സഫറിങ്. ഹൂ ഇസ് ദ ഇൻഡിവിജ്വൽ എന്നുള്ള ഈ ശരീരം എന്ന് പറയുന്നത് എത്രത്തോളം
ഇൻഡിവിജ്വലാണ്. ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഓണ്ടോളജിക്കൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് എനിക്ക് ഒരു ചോദ്യമായിട്ട് എടുക്കാനുള്ളത്. ഇത് ദീർഘമായിട്ട് അതിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ എങ്ങനെ ആയിരിക്കും ഇതിലേക്കുള്ള വഴി തുറക്കുക എന്നുള്ളത്, ഇത്തരത്തിലുള്ള ഒരു പോയിന്റിലേക്ക് വഴി തുറക്കുക എന്നുള്ളത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ട് ചർച്ചയിലേക്ക് പോകാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പൂജാവൂർ ഡേയ്സിന്റെ സമയത്ത് നമ്മൾ നടത്തിയിട്ടുള്ള ചർച്ചയിൽ ഒരു നീണ്ട എക്സസൈസ് ഞാൻ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീതു അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഉത്തരമൊക്കെ ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നി. നീതുവിന് നന്ദി. ചെയ്ത് കുറച്ചത് ചെയ്തിട്ടുള്ളൂ, എന്നാലും ഇത് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനിങ്ങനെ അതിലേക്ക് റെഫർ ചെയ്യാണ്, പരാമർശിക്കുകയാണ്. ഈ സോഷ്യൽ സഫറിങ്ങിനെ പറ്റിയിട്ടുള്ള അത് പറയാം, പിന്നെ അതിനെ പറ്റിയുള്ള ഒരു ആശയം അവതരിപ്പിക്കാൻ. സോഷ്യൽ സഫറിങ് വേറെ ഇതിലൊക്കെ ഉണ്ടാവും അറിയില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലായിരിക്കില്ല ഉണ്ടെങ്കിൽ. സോഷ്യൽ സഫറിങ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ എന്താണ് ഒരു ഒരു മനുഷ്യൻ എന്നുള്ളത്, മനുഷ്യൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് എന്താണ് എന്നുള്ള ചോദ്യത്തിന്, അല്ലെങ്കിൽ അതിനെ അന്വേഷിക്കുമ്പോൾ അതൊരു ശരീരത്തിന്റെ വിത്തിൻ ദ ബൗണ്ട്സ് ഓഫ് എ ബോഡി എന്നുള്ള രീതിയിലല്ല വ്യക്തി. ഇതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രിമേസ് ആയിട്ട് എനിക്ക്. ഇൻഡിവിജ്വൽ ഈസ് നോട്ട് വിത്തിൻ ദ ബൗണ്ട്സ് ഓഫ് എ ബോഡി. അല്ലെങ്കിൽ എന്തായിരിക്കും അത്? അതിന്റെ കാരണം അങ്ങനെ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇൻഡിവിജ്വൽ ഈസ് അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒരു ശരീരം എന്നുള്ളത് ആപേക്ഷികമായി ഒരു മെറ്റീരിയൽ എൻറ്റിറ്റി ആണെങ്കിലും, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളത് ഒരു വെർച്വൽ ആയിട്ടുള്ളതാണ്, ഒരു ഇമേജിനറി റെലത്തിലുള്ള ഒരു കാര്യമാണ്. പറയുന്ന ഒന്നുകൂടി ആവർത്തിക്കുക. അതായത് ശരീരം എന്നുള്ളത്, അതായത് ഭൗതിക ശരീരം എന്നുള്ള അർത്ഥമല്ല ഞാൻ പറയുന്നത്, താനുടൽ എന്നുള്ള അർത്ഥത്തിലല്ല. താനുടൽ എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ താനുടൽ എന്നുള്ള അർത്ഥത്തില്ല. ശരീരം എന്നുള്ള ഒബ്ജക്റ്റീവായിട്ടുള്ള ഭാവം തന്നെ നോക്കുകയാണെങ്കിൽ അത് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണെങ്കിലും, ഇൻഡിവിജ്വൽ എന്നുള്ളത് ഒരു വെർച്വൽ ആയിട്ടുള്ളതാണ്. വെർച്വൽ എന്ന് ഞാൻ പറയുന്നത് ഇമാജിനറി ആയിട്ടുള്ള അവസ്ഥ. ആ ഇമാജിനറി, അതായത് ഒരു വ്യക്തി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ വ്യക്തി ഒരു സോഷ്യൽ, ഒരു പെർമിയേറ്റഡ് ബൈ വാട്ട് ഈസ് കോൾഡ് സോഷ്യൽ ഓർ കോൺസ്റ്റിറ്റ്യൂട്ട് വാട്ട് ഈസ് കോൾഡ് സോഷ്യൽ. അതായത് ഈ സോഷ്യൽ എന്നുള്ളതിൻ്റെ ഒരു കൺസെപ്റ്റ്, സോഷ്യൽ എന്ന ഒരു കൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റിനെ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റിനെ ഒഴിവാക്കിക്കൊണ്ട് ഇൻഡിവിജ്വൽ എന്നുള്ള ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആവിഷ്കരിക്കാൻ, അങ്ങനെ കൺസെപ്റ്റ് ആവിഷ്കരിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെർച്വൽ തലത്തിലാണത്. എങ്ങനെ ഒരു വെർച്വൽ തലത്തിൽ അതിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ, ആ ഇൻഡിവിജ്വലിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഇമാജിനറി പ്ലെയിനിൽ നടക്കുന്ന സാധനം. ഇമാജിനറി പ്ലെയിനിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ടൈം, തിങ്കിങ് ആൻഡ് സെൽഫ്.
സെൽഫ് എന്നുള്ളത് ഒരു തരം ഓർഡറിങ് ആണ്, ഒരു ക്ലെയിം ആണ്. ടൈം എന്നുള്ളത് സംതിങ് ദാറ്റ് ഈസ്, ടൈം എന്നുള്ളത് ഒരു അൺറിയൽ ആയിട്ടുള്ള ഒന്നാണ്. അതായത് ടൈം ഈസ് ആക്ച്വലി മെയ്ഡ്. ഞാൻ ഇമേജറി എന്ന് പറയുന്നത് ഇമേഗോ എന്നുള്ള വാക്കിന്റെ ഇത് ചുവട് പിടിച്ചിട്ടാണ്. അതായത് മേക്കിംഗ് ആണ്. ഇമാജിനറിയിൽ മെയ്ഡ് ആണ്, മേക്കിംഗ് ആണ് നടക്കുന്നത്, അല്ലാണ്ട് ഉള്ളതല്ല. അത് ഉള്ളതാണ്, പക്ഷെ ഉണ്ടാക്കിയപ്പോൾ മാത്രം ഉണ്ടാക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്ന അത് അത് മേക്കാണ്, ഇമാജിനറി. അതുകൊണ്ട് ഞാൻ റിയൽ ആൻഡ് ഇമാജിനറി തമ്മിൽ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ഷൻ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. റിയൽ എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ മെറ്റീരിയൽ അർത്ഥത്തിൽ മാത്രമാണ്, അല്ലാണ്ട് റിയൽ അതും റിയൽ ആണല്ല. ഒരു ബുദ്ധിസ്റ്റ് ട്രഡീഷണൽ എൻടാങ്കിൾമെന്റ് വെൻ ക്വാണ്ടം തിയറിയിൽ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് റിയൽ ആവണമെന്നില്ല. അതും പ്രത്യേക രീതിയിൽ ഒരു സൂപ്പർ ഇമ്പോസിഷൻ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, അങ്ങനത്തെ തിയറിറ്റിക്കലിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ റിയൽ എന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ ദ പെയിൻ യു ഫീൽ ഈസ് റിയൽ, the body, the transformation in the body, sorry, changes in the body, real, the thirst and hunger, real, sexual urge, other anger, become anger, ഇതൊക്കെ അതാണ് റിയലിന്റെ ഞാൻ പറയുന്നത്. ഇത് വാസ് ലക്കാന്റെ റിയൽ ആയിട്ട് കുറച്ചുകൂടി അടുപ്പം തോന്നാം ഇതിന്. കാരണം ലക്കാന്റെ റിയൽ എന്ന് വെച്ചാൽ സംതിങ് ദാറ്റ് ഓൺലി മാനിഫെസ്റ്റ്, ബട്ട് യു കനോട്ട് മേക്ക് സെൻസ്, യു കനോട്ട് തിയറൈസ് ഓൺ ദ റിയൽ. റിയൽ ഓൺലി ഷോസ് സംടൈംസ്. അങ്ങനെ ചില ഓരോ സമയത്ത് അങ്ങനെ ഷോ ചെയ്യുള്ളൂ, പക്ഷെ അത് നിങ്ങൾ ക്യാപ്ചർ ചെയ്ത. അപ്പം ആ റിയലിനോട് പിന്നെ റിയൽ ആയിട്ടുള്ള ഒന്നിനോട് സംവദിക്കല്ല, അതോട് ഫേസ് ചെയ്യുന്ന, അതിനെ എൻകൗണ്ടർ ചെയ്യുന്ന ഒന്നായിട്ടാണ് ഞാൻ ഈ വെർച്വൽ എന്നുള്ളത്. അതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കാം, പക്ഷെ അത് ഒരു ബോഡിയുടെ മാത്രം വിത്തിൻ ദ ബൗണ്ട്സ് ഓഫ് ദ ബോഡി എന്നുള്ള അതിൻ്റെ പ്രോഡക്റ്റ് വിത്തിൻ ദ ബൗണ്ട്സ് ഓഫ് ബോഡിയിൽ നിന്നുണ്ടാവുന്നില്ല. അത് സംതിങ് ഡിഫറെന്റ് റെലം ആണത്, ഇമാജിനറി റെലം. ആ ഇമാജിനറി റെലത്തിൽ ഈ സബ്ജക്റ്റ് എന്നുള്ളത്, അതായത് വിഷയി എന്നുള്ളത് രൂപപ്പെടുകയും ഇതിൻ്റെ രീതി തന്നെ ഇംപെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോയെ, ഒരു പ്രോസസ്സിനെ പെർമനൻ്റ് ആക്കുകയും ഓർഡർ ചെയ്യാനും ക്ലെയിം ചെയ്യാനും ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനൊക്കെയാണ്. ഇതാണ് ഒരു പിന്നെ ഇൻഡിവിജ്വലിൻ്റെ. പക്ഷെ ഈ ഇൻഡിവിജ്വലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഘടകങ്ങൾ എവിടെ നിന്നാണ്? ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ, ഈഗോ, സബ്ജക്റ്റ് എന്നൊക്കെ പറയുന്ന എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? അത് വെറും ബോഡിയുടെ ഒരു എക്സ്പ്രഷൻ മാത്രമല്ല, ഇറ്റ് ഇസ് എ സോഷ്യൽ എക്സ്പ്രഷൻ. അത് മറ്റ് ശരീരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെ, റിലേറ്റ് ചെയ്യുന്നതിലൂടെ, ചിഹ്നങ്ങൾ കൈമാറുന്നതിലൂടെ, ആഘാതങ്ങളിൽ പിന്നെ ഭവപരമായ ആഘാതങ്ങൾ ഏൽക്കുന്നതിലൂടെ, ഇടപെടുന്നതിലൂടെ, പ്രവർത്തിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന ഒരു റെലം, ഒരു ഒരു എന്താ പറയുക, ഒരു ഡൊമൈൻ ആണ് ഈ ഇൻഡിവിജ്വലിനെ സൃഷ്ടിക്കുന്നത്. അവിടെ ആ ഇൻഡിവിജ്വല് ബേസിക്കലി ഒരു സോഷ്യൽ ബോഡി അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് റിയൽ, ഇമാജിനറി ആൻഡ് റിയലിൻ്റെ എൻകൗണ്ടറിൽ കൂടി ഉണ്ടാകുന്ന ഒരു ഫീൽഡായിട്ട് വേണമെങ്കിൽ പറയാം. ഫീൽഡ് വെച്ചാൽ ഒരു അതിൻ്റെ പ്രോഡക്റ്റായിട്ട് പറയും. അതിൻ്റെ നേച്ചർ, അതിൻ്റെ സഹജമായ രീതി തന്നെ ക്ലിങ്ങിങ് ആണ്, ക്ലിങ്ങിങ് ടു സംതിങ് ആൻഡ് മേക്കിംഗ് തിങ്സ് ഓർഡർലി, മേക്കിംഗ് ഇംപെർമനന്റ് തിങ് പെർമനന്റ്. ഇതാണ്. അപ്പൊ ഇത് എന്താണ് ഇതിനുണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാ ആഗ്രഹങ്ങളോ തൃഷ്ണകളോ ഒന്നല്ല. തൃഷ്ണ ഇപ്പൊ ബുദ്ധന്റെ ഡിപ്പാർച്ചർ അങ്ങനെയാണ്. അപ്പൊ തൃഷ്ണയാണ് ഈ ശരീരത്തിനെ അല്ലെങ്കിൽ ഈ പുതുക്കളൻ
പ്രത്യേക രീതിയിലാക്കി തീർക്കുന്നത് ഈ ദുഃഖത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ ഇത് ഒരു ഈ സഫറിങ് എന്നുള്ളത്, ഈ ദുഃഖം എന്നുള്ളത് ഒരു ഏജന്റീവ് അല്ലാത്തൊരു സാധനമാണ്, ഏജൻസി ഇല്ലാത്തൊരു സാധനം. അത് ബുദ്ധനും ചിലപ്പം സമ്മതിക്കുന്നുണ്ടാവും. കാരണം വെച്ചാൽ അതൊരു എല്ലാം ഒരു പ്രത്യേകിച്ചുള്ള മൈന്യൂട്ടായിട്ടുള്ള ഏറ്റവും സട്ടിലായിട്ടുള്ള ധർമ്മങ്ങളുടെ ധർമ്മം എന്ന് വെച്ചാൽ ഫങ്ഷൻസിന്റെ വൃത്തികളുടെ ഒരു റിസൾട്ടാണ് ഈ ലോകത്ത് നടക്കുന്ന എല്ലാം എന്നുള്ളതാണ് പ്രതീകീയ സമുത്പാദ എന്നുള്ള തിയറി തന്നെ. ഡിപ്പെൻഡന്റ് ഒറിജിനേഷൻ അതാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലൊരു ഏജന്റീവ് വെച്ചാൽ എവിടെയാണ് കാരകം എന്ന് പറയാൻ പറ്റാത്ത ഒരു ഈ ഒരു പ്രോസസ്സിന്റെ സ്വഭാവമുണ്ട്. എവിടെയാണ് കാരകം എന്ന് ഊന്നി പറയാൻ പറ്റാത്ത, അതായത് എന്താ പറയുക, ഒരു കറ്റസ്ട്രഫി പോലത്തെ ഒരു സാധനം. അതിങ്ങനെ എവിടെയെങ്കിലൊക്കെ വീണ് ഉണ്ടാവുന്ന സാധനം. അതുകൊണ്ട് വെച്ചാല് ആരാണ് റെസ്പോൺസിബിൾ എന്ന് ചോദിച്ചാൽ റെസ്പോൺസിബിൾ ആയിട്ട് ആരും ഉണ്ടാവാത്ത രീതിയിൽ. അപ്പൊ അതിങ്ങനെ സഫറിങ്ങിന് ഒരു പ്രത്യേക രീതിയിലുള്ള കോസ് കണ്ടുപിടിക്കുക, എക്സിസ്റ്റൻസിന് ഇപ്പൊ സഫറിങ് എന്നുള്ളതിന് ഒരു കോസ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു സാധനമായിട്ടിരിക്കുന്നു. അതായത് അതൊരു കാരണം ഒരു ഇൻഡിവിജ്വൽ അവിടെ ഇൻഡിവിജ്വൽ എന്നുള്ളതൊരു ഈ പറയുന്ന പോലെ ഒരു ഓഥറാണ്, അതോറിറ്റി. കാര്യങ്ങൾ ചെയ്യാനുണ്ടാക്കാനും അത് ഇല്ലാതാക്കാനൊക്കെ അധികാരപ്പെടുന്ന അതാണ് ഓഥർ എന്നുള്ളത്. ഓജർ എന്നുള്ള നോക്കുന്നതാണ്, അതായത് അധികാരമാണ്, അതോറിറ്റി. ഓതേർഡ് അല്ലാതെ ഈ ഓതേർഡ് അല്ല എന്നുള്ളത് എന്ന് വെച്ചാൽ അത് വളരെ പ്രൈമോഡിയൽ ആയിട്ടുള്ള ഒരു ഓതേർഡ് ആയിരിക്കും. വി ഡു നോട്ട് നോ വേർ ഇറ്റ് കംസ് ഫ്രം. അതാണ്. അതുകൊണ്ട് ഇൻഡിവിജ്വൽ അങ്ങനെ ഓതേർഡ് അല്ലാത്ത, ഇൻഡിവിജ്വൽ എന്നുള്ള അതോറിറ്റി ഇല്ലാത്ത അങ്ങനെ അത് ഇല്ലാതാക്കാനും പറ്റൂല. അതെന്ന് വെച്ചാൽ അത് ജനറേറ്റ് ചെയ്യും ഇൻഡിവിജ്വൽ ഈ പറയുന്ന ലോകത്തിന്റെ ഈ രീതി, അതായത് കെട്ടുപാടുകളൊക്കെ തന്നെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. അത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര വിഡ്ഢിത്തായിട്ട് ആരും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ വീണ് പോവുകയാണ്. അത് ഇങ്ങനെ ഒരു സ്ഥലത്തിന് തട്ടിമുട്ടി ഇങ്ങനെ പോവാം. അപ്പൊ ആ തട്ടിമുട്ടി പോകുന്നതിന്റെ രീതി എന്താണ്? അതുകൊണ്ട് ഇതിൽ നിന്നുണ്ടാവുന്ന ഇത് ബാധിക്കപ്പെടുന്ന ഒരാളുടെ ഇപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ പറയുന്ന സമയത്തും മനുഷ്യര് ആയിരിക്കുന്നതില് ആരാണ് ഇപ്പൊ എന്താണ് അഫക്റ്റ് ചെയ്യപ്പെടുന്നത് ചോദിച്ചാൽ ആരാണ് ഇതിൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നത്, ആരെയാണ് ഇത് ബാധിക്കുന്നത്, ആരാണെന്ന് ചോദിക്കുന്നത് ശരിയാണോ എന്നുള്ള അറിയില്ല. ആരാണ് അല്ലെങ്കിൽ എന്താണ് ബാധിക്കപ്പെടുന്നത് അവിടെ എന്ന് വെച്ചാല് അവിടെ ഞാൻ പറഞ്ഞ ഞാൻ ഇതൊക്കെ പല സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ തൽക്കാലം ഞാൻ വീണ്ടും അതിലേക്ക് പോവാതെ ബാധിക്കപ്പെടുന്ന എന്നുള്ളത് പിന്നെ ശരീരത്തിന് മേലുണ്ടാകുന്ന ശരീരത്തെ ബാധിക്കുമ്പോണ്ടാവുന്ന ബാധയെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ അതെങ്ങനെയാ വെച്ചാൽ അത് വിശദീകരിക്കാൻ കുറെ പോകേണ്ടി വരും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം വെച്ചാൽ ഇൻഡിവിജ്വൽ എന്നുള്ള ഞാൻ പറഞ്ഞ ഇമാജിനറി എലം എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ മെറ്റീരിയൽ ആയിട്ടുള്ള ബേസിസ് എന്നുള്ളത് ന്യൂറൽ സിസ്റ്റം ആയിരിക്കും, ആയിരിക്കാം. അത് നമുക്കറിയില്ല. എന്നുവെച്ചാൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് ഇപ്പോഴും ശരിക്കും കൃത്യമായിട്ട് അറിയില്ല. ഇപ്പൊ ന്യൂറോണലായിട്ടുള്ള ഒന്നാണെങ്കിൽ അത് ഈ രീതിയിലുള്ള ദുഃഖം, വേദന, അസംതൃപ്തി, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വൈകാരികം എന്ന് പറയുന്നതും ഞാൻ വൈകാരികം എന്നുള്ളതും എക്സിസ്റ്റൻഷ്യൽ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നീട്
ആ സാധനത്തെ പറ്റി പറയുന്ന സമയത്ത് പറയാന്ന് വിചാരിക്കാം. അത് അഫക്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അത് ബാധിക്കുന്നത് ശാരീരികമായിട്ട് തന്നെയാണ്, എന്ന് വെച്ചാൽ മെറ്റീരിയൽ ആയിട്ടാണ്. അത് ന്യൂറോണുകൾ കൂടി ശരീരത്തിനെ ബാധിക്കുന്നു. അത് ആ എക്സിസ്റ്റൻസിന്റെ ഒരു കോറോ അല്ലെങ്കിൽ ബേസിസിന്റെ മേലെ തന്നെയാണ് അത് ബാധിക്കുന്നത്. ആ രീതിയിൽ ഇത് പ്രോബ്ലമാറ്റിക് ആവുന്നുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ദുഃഖം എന്നുള്ള അർത്ഥത്തില് ഞാൻ ഒരു പറഞ്ഞ കാര്യം എന്താണ്, ഒന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സോഴ്സ് മാത്രമല്ല, അത് ഈ ഭാഷയിൽ കൂടിയും മറ്റു തരത്തിലുള്ള റിലേറ്റ് ചെയ്യുന്നതിൽ കൂടിയും ഉണ്ടാവുന്നതാണ് ഇൻഡിവിജ്വൽ എന്നുള്ളത്. അപ്പം ആ ഇൻഡിവിജ്വലിനുണ്ടായ പ്രഷർ, അതിൻ്റെ ആരാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ എൻകൗണ്ടറിൽ ഈ ഇമേജിനറി ആയിട്ടുള്ള ഈ റിയലത്തിൻ്റെയും റിയാലിറ്റി, ശാരീരികമായ റിയൽ എന്നുള്ളതിൻ്റെയും എൻകൗണ്ടറിൽ ഉണ്ടാവുന്ന ആ ഒരു പോയിന്റിൽ, ആ ഫീൽഡിലാണ്, ആ ഫീൽഡിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ് ശരീരത്തെ ബാധിക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവിടെ എവിടെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള കുറച്ച് പ്രയാസമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ നമ്മളിപ്പോൾ ഇതിന്റെ ഇപ്പൊ ഞാൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഞാൻ എൻ്റെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് എത്രത്തോളം ബേസിക്കലി റിയൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന വെച്ചാൽ അത് റിയൽ അല്ല. അതേസമയത്ത് നമ്മൾ ഇങ്ങനെ തന്നെയാ ഇത് ഈ റിയൽ അല്ലാത്ത ഒന്നിലാണ് നമ്മൾ പിന്നെ ഡിസ്കോഴ്സിൽ ഏർപ്പെടുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം അതായിരുന്നു. കഴിഞ്ഞ ഗൂഗിൾ മീറ്റിൽ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ തരത്തിലുള്ള ഇമാജിനറി ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഈ ഫാന്റാസ്റ്റിക് എന്നാണ് ഫാൻറ്റം ലെവലിലുള്ള ഈ വേൾഡിന്റെ അതിനെ വിടുന്നതിലൂടെ, അതിനെ ഡ്രോപ്പ് ചെയ്യുന്നതിലൂടെ, അതിനെ ഉപേക്ഷിക്കുന്നതിലൂടെ നമ്മുടെ കോറായിട്ടുള്ള ഒരു അറ്റൻറ്റീവ് തലത്തിൽ വരിക എന്നുള്ളതാണ് ഞാൻ അതിന് ഒരു പിന്നെ സജഷനായിട്ട് പറഞ്ഞുള്ളത്. ആ രീതിയിൽ നമുക്ക് അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ സംസാരിക്കുന്നതിൽ ഈ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള ആരെ എഫക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ അത് എഫക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയുമ്പോൾ ദാറ്റ് ഓൾസോ ഈസ് അൺറിയൽ എന്ന് ഞാൻ പറഞ്ഞു. അതും വെർച്വലാണ്. ആ ഒരു ഇമാജിനറി ലെവലിലാണ്. പക്ഷെ അത് എങ്ങനെയാണ് പക്ഷെ ശരീരത്തിന് ഈ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശാരീരികമായിട്ട് തന്നെയാണ്. വൺ ഈസ് റെസ്റ്റ്ലെസ്, യു ഡോണ്ട് സ്ലീപ്പ് പ്രോപ്പർലി, മനസ്സിലായോ? യു ഫീൽ വെരി സാഡ്. ദുഃഖം എന്നുള്ള ഞാൻ പറഞ്ഞു, അവിടെ ആണ് ദുഃഖത്തിന് എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ലെവലിൽ കൊണ്ടുവരും. അപ്പൊ അത് ആ ലെവല് ഇസ് എ ലെവൽ ദാറ്റ് മീറ്റ്സ് വിത്ത് ഇമാജിനറി. ആ ഇമാജിനറി ബേസിക് ആയിട്ടുള്ള ബോഡിലി ആയിട്ടുള്ള ന്യൂറോണൽ ബോഡി. ഈ ന്യൂറോൺ തലം എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ സട്ടിൽ ബോഡീസ്, സട്ടിൽ ലെവലിലുള്ള ബോഡീസ്, തനൂകരിച്ച ശരീരമാണ്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ റിഫ്ലക്ട് ദ വേൾഡ്, so that science can emerge, science system can emerge out of it, meaning can emerge, thinking can be developed. ആ രീതിയിലുള്ള ഒരു എലമാണ്, ഒരു ഫീൽഡിനെയാണ് ഞാൻ ഈ ന്യൂറോണൽ എന്ന് പറയുന്നത്. ഈ ന്യൂറോണൽ എന്നുള്ള പാസേജിൽ കൂടിയാണ് ശരീരത്തിലേക്ക് ഈ ദുഃഖത്തിന്റെ വരവ്. അതായത് ബോഡിയെ ബാധിക്കുകയാണ്. സൈക്കോസോമാറ്റിക് ആയിട്ടുള്ള ഡിസീസ് പലതും പിന്നെ പ്രഷർ ഓഫ് മെന്റൽ പ്രഷറിൽ കൂടി, മെന്റൽ എന്ന് ഞാൻ പറയാം ന്യൂറോണൽ ആയിട്ടുള്ള പ്രഷറിൽ കൂടി, സോഷ്യൽ ലൈഫിന്റെ ഉണ്ടാകുന്ന പ്രഷറിൽ കൂടി ശരീരത്തെ ബാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു തലമുണ്ട്, അങ്ങനെ ഒരു പാസേജ് പോസിബിൾ ആണ്. അതുകൊണ്ട് ഈ സഫറിങ്ങിനെ പറ്റിയിട്ടുള്ള ഈ അന്വേഷണങ്ങളിൽ ഈ അതുകൊണ്ട് ഞാൻ പറയാം സോഷ്യൽ സഫറിങ് എന്നുള്ള, ഞാൻ മറ്റു ഭാഗങ്ങളിൽ തീർന്നില്ല. ഈ സോഷ്യൽ സഫറിങ്ങിന്റെ ഒരു ആ ഭാഗം, വേറൊരു ഭാഗം അന്വേഷിക്കേണ്ട ഭാഗം ഞാൻ പറഞ്ഞു വെച്ചിട്ട് നിർത്താം. അതായത് അത് മെറ്റീരിയൽ ആയിട്ടുള്ള ലൈഫിൽ, മനുഷ്യരുടെ മെറ്റീരിയൽ ലൈഫിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഒരു ഇമാജിനറി, ഞാൻ കഴിഞ്ഞ ഈ
പൂജ ഡേയ്സ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇത് സോഷ്യൽ എന്നുള്ളത് ഒരു പ്രോഗ്രാമിംഗ് ആയിട്ടാണ് ഞാൻ സൊസൈറ്റി. വാട്ട് ഈസ് സൊസൈറ്റി എന്നുള്ളത് ഇറ്റ്സ് എ പ്രോഗ്രാം ആണ്. ഇറ്റ്സ് നോട്ട് റിയൽ തിങ്. സോഷ്യൽ ഈസ് നോട്ട് റിയൽ, ഇറ്റ്സ് എ പ്രോഗ്രാം ആണ്. ആ പ്രോഗ്രാം എന്നുള്ളത് അതൊരു വെർച്വൽ ആയിട്ടുള്ള, അതായത് അൺറിയൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സോഷ്യൽ എന്നുള്ളത്. അപ്പൊ അതിൽ നമ്മൾ നടത്തുന്ന കാര്യങ്ങൾ പക്ഷേ മെറ്റീരിയൽ ആയിട്ടുള്ള റിപ്പർക്കഷൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ എക്സിസ്റ്റൻസിലും ഒക്കെ തന്നെ റിപ്പർക്കഷൻ ഉണ്ടാകും. അപ്പൊ അത് ആ സോഷ്യൽ നമ്മുടെ ഈ ഇമാജിനറി ഈ ഇൻഡിവിജ്വൽ വിച്ച് ഈസ് സോഷ്യലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മ്യൂച്വലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഈ സോഷ്യൽ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ മ്യൂച്വലി കോൺസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു തലത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് മീനിങ്ങിന്റെയും കാൽക്കുലേഷന്റെയും ഒക്കെ ഇമാജിനറി തലാണ്. കാൽക്കുലേഷൻ തലത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്, എക്സ്റ്റെൻഡഡ് ആൻഡ് ജനറേറ്റഡ് എൻഡ്ലെസ്ലി. അതായത് സോഷ്യൽ ലൈഫ് എൻഡ്ലെസ് രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ കാരണം വെച്ചാൽ അത് റിയൽ അല്ല എന്നുള്ളൂ. ഇറ്റ് വേർ റിയൽ ഇറ്റ് കുനോട്ട് ബി ജനറേറ്റഡ് ഇൻ ദിസ് വേ. അത് റിയൽ ആയിട്ടുള്ള സാധനം ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും മഷ്റൂമിങ് എൻഡ്ലെസ് ആയിട്ടുള്ള പലതരത്തിലുള്ള സ്പിയേഴ്സ് ഉണ്ടാവുന്നതിന്റെ കാരണം വെച്ചാൽ അത് റിയൽ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. റിയൽ ഇസ് ലിമിറ്റഡ് വിത്ത് ഇറ്റ്സ് മെറ്റീരിയൽ ബേസിസ്. അതിന്റെ പ്രോസസ്സ് അതിന്റെ റിയാലിറ്റി ആ രീതിയിൽ ലിമിറ്റഡ് ആണ്. അത് സൈലന്റ് ആയിട്ട് അവിടെ നിൽക്കുമെന്ന് മാത്രം. ഇതല്ല, സൈലന്റ് അല്ല, ഇറ്റ് ഈസ് ഓൾ ലൗഡ് ആണ്. ഈ സോഷ്യൽ ലൈഫിന്റെ ലോകം വെരി ലൗഡ് ആൻഡ് ഇറ്റ് ജനറേറ്റ്സ് ഓൾ കൈൻഡ് ഓഫ് തിങ്സ്. ആ സഫറിങ്, അതായത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പീപ്പിൾ, accumulating wealth, destroying the nature, controlling people to exploit them. ഇതൊക്കെ ഞാൻ പറഞ്ഞ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് ആണ് സോഷ്യൽ സഫറിങ്ങിന്റെ വേറൊരു തലമായിട്ട് എടുക്കുന്നത്. അവിടെ സോഷ്യൽ സഫറിങ് എന്നുള്ളത് സഫറിങ് എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലിന്റെ ശാരീരികമായിട്ടുള്ള ബേസിൽ ഒരു ഇൻഡിവിജ്വലിന്റെ മാത്രം കാര്യമല്ല. അങ്ങനെയല്ല നോഷനെ മനസ്സിലാക്കേണ്ടത്. അതൊരു സോഷ്യൽ സഫറിങ് എന്ന നിലക്കാണ് നോക്കേണ്ടത്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്താം. ഇനി ചർച്ചയിലേക്ക് വേണമെങ്കിൽ പോവാം. നിസ്സാർ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഡിസയറിനെ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ഇതില് നമ്മള് സോഷ്യൽ സഫറിങ് എന്ന് പറയുന്നത് ഡിസയറിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നത്? ശരിയാണ്. അത് 2-3 കാര്യമായാല് ഞാൻ വെച്ചാൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നാമത് അതിൽ അധികം പരാമർശിച്ചിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ തൃഷ്ണ എന്നുള്ള ഒന്നിനാണ് ഞാൻ ഇവിടെ ബുദ്ധിസ്റ്റ് ട്രഡീഷനിൽ പറയുന്നത്. തൃഷ്ണയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. തൃഷ്ണ എന്നുള്ള ക്രേവിംഗ് ആണ്. ക്രേവിംഗ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവണം എന്നില്ല ക്രേവിങ്ങിന്. ബേസിക്കലി ഞാൻ പറയാം, ഡിസയർ അവിടെ വരുന്നതിന് മുമ്പ് ഒരു കാര്യം ചെറിയ ഇൻട്രൊഡക്ടറി ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് തൃഷ്ണ എന്ന് പറയുന്നത്, ക്രേവിംഗ് എന്നുള്ളത് there may be craving without an object. ഈ ലക്കാൻ പറയുന്ന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബുദ്ധനും അത് തന്നെയാണ്, എൻ്റെ രീതിയാണ്. അതായത് നമുക്ക് പല തൃഷ്ണകൾ ആലോചിക്കാം. ഭവതൃഷ്ണ, വിഭവതൃഷ്ണ എന്നൊക്കെ പറഞ്ഞ പല തൃഷ്ണകൾ ബുദ്ധൻ സംസാരിക്കുന്നുണ്ട്. ക്രേവിംഗ് പല രീതിയാണ്. അപ്പൊ ക്രേവിംഗ് ഇറ്റ് സെൽഫ് ഈസ് സംതിങ്. എ ബോഡി വിൽ ഹാവ് എ ക്രേവിംഗ് വിത്തൗട്ട് നോയിങ് വാട്ട് ഇറ്റ് ക്രേവ്സ് ഫോർ. അപ്പൊ ക്രേവിംഗ് എന്ന് പറയുന്നത് ലോസ്റ്റ് ഒബ്ജക്റ്റ് എന്നുള്ളത്, നമ്മുടെ എന്തിനൊക്കെയോ വേണ്ടി തേടുന്ന ഒരവസ്ഥ. അത് ക്രേവിങ്ങിന്റെ ഒരു സ്വഭാവമാണ്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ, ഒന്നും ചെയ്യാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നിന് പ്രത്യേകിച്ച് ഏർപ്പെടാത്തപ്പോൾ തന്നെ നമ്മൾ എന്തോ ചെയ്യാനിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തോ കിട്ടാനുണ്ട്, നമുക്ക് എവിടെയോ പോവാനുണ്ട്, അങ്ങനെ നമുക്ക് വ്യക്തമല്ലാത്തൊരു ക്രേവിങ് നമുക്ക്. പക്ഷെ അങ്ങനെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്രേവിങ് എന്നുള്ളത്, ഇപ്പൊ തൃഷ്ണ, കാമം എന്ന് പറയുന്നത്, അതിനുള്ള ഡിസയർ എന്നുള്ളത്, ഇറ്റ് കംസ് ഓൺലി ഇൻ റിലേഷൻ ടു തിങ്സ് എന്നുള്ളതാണ്. അതായത് തിങ്സ് ആൻഡ് തോട്ട് അബൌട്ട് ദ റിലേഷൻ ടു തിങ്സ്, ഇങ്ങനെയാണ് വരുന്നത് ഡിസയർ എന്നുള്ളത്. ഞാൻ പറയുന്നത് ഡിസയർ എന്നുള്ളത്
അല്ലാത്തപ്പോൾ നമ്മളെ ബോഡിയുടെ ഒരു ക്രേവിങ് ആണ്. അപ്പൊ ആ ഡിസയർ ഇപ്പം ഉദാഹരണത്തിന് ഇങ്ങനെ ആലോചിക്കാം, you think about the satisfaction of a desire, okay, and then you desire that desire of satisfaction of desire. ഇതിനെ ഭഗവത്ഗീതയിൽ കാമകാമി എന്നാ പറയുന്നത്. കാമത്തെയും അതായത് അത് പിന്നെ സന്യാസി വെച്ചാ എന്താ പറയാ, ആപൂര്യമാണ് അജലപ്രതിഷ്ഠ സമുദ്രമാപ പ്രവിശന്തി തദ്ദത് യം പ്രവിശന്തി സർവേ കാമ സ ശാന്തിമാപ്നോതി ന കാമകാമി എന്നാണ്. ആപൂര്യമാണ് അജലപ്രതിഷ്ഠം സമുദ്ര, അതായത് അജലമായി പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള സമുദ്രത്തില് ആപപ്രവിശന്തി എങ്ങനെ എങ്ങനെ വെള്ളം പ്രവേശിക്കുന്നു കിടക്കുന്നു, അതുപോലെ ആരിലാണോ സർവകാമങ്ങളും പ്രവേശിക്കുന്നത് അയാൾ ശാന്തി അനുഭവിക്കുന്നു. ഞാൻ കാമകാമി, കാമത്തെയും കാമിക്കാം. അപ്പൊ അവിടെ ഡിസയറിന്റെ സാറ്റിസ്ഫാക്ഷനെ ഇമാജിൻ ചെയ്തിട്ട് അതിനോട് ഡിസയർ ഉണ്ടാകുന്നതാണ് ഞാൻ പറയുന്നത് ഞാൻ വിളിക്കുന്ന കാമകാമിക്കും. ഭഗവത്ഗീത എന്തുദ്ദേശിച്ചാണെങ്കിൽ ഞാൻ പറയുന്ന ഇതാണ്, ആ കാമകാമി എന്നുള്ളതാണ് ഈ ഡിസയറിന്റെ ഒരു ആസ്പെക്ട്. മറ്റേതെന്ന് വെച്ചാൽ ഡിസയർ ഇറ്റ് സെൽഫ്, ഉദാഹരണത്തിന് യു ഹാവ് ഡിസയർ ഫോർ സംതിങ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഭക്ഷണം, ഓക്കെ, ഭക്ഷണം വിശക്കുന്ന ആൾക്ക് ഭക്ഷണം എന്നുള്ളത് ഇസ് ഇറ്റ് എ ഡിസയർ ഫോർ ഫുഡ്? ഓക്കെ, യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ ഡിസയർ ഫോർ ഫുഡ്. പക്ഷെ ഇത് ഒരു ഡിസയർ അല്ല, ഇതൊരു ക്രേവിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റ്, അതിന്റെ എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് ബോഡിയിലെ നീഡ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നൊരു ക്രേവിംഗ് ആണ് ഇൻ റിലേഷൻ ടു എൻ ഒബ്ജക്റ്റ്. അതുപോലെ സെക്ഷൽ റിലേഷന്റെ സമയത്തിലും അതുപോലെ തന്നെ മ്യൂച്വൽ ഓപ്പോസിറ്റ് സെക്സിന്റെ ഡിസയർ എന്ന് പറയുന്നത് അതൊരു ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്രേവിംഗ് ആയിട്ട് പറയാം. അത് വെൻ ഇറ്റ് ഈസ് ഗിവൺ, ഓർ ഇറ്റ് കുഡ് ബി വെൻ യു തിങ്ക് അബൌട്ട് ആസ് ഇഫ് ഇറ്റ് ഈസ് ഗിവൺ എന്നുള്ള രീതിയിലാകാം. കാമ എന്നുള്ള വിധത്തിൽ. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ രീതിയിൽ അതുപോലെ ഇങ്ങനെ. അതേസമയത്ത് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കുറെ തിങ്സ് ആയിട്ട് ബന്ധപ്പെട്ട അവനവന്റെ റിക്വയർമെന്റ്, ബോഡിയുടെ റിക്വയർമെന്റും ഈ അതിന്റെ ഫുൾഫിൽമെന്റും ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇതിനെ ഡിസയർ എന്ന് വിളിക്കാവോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഡിസയർ എന്നുള്ളത് വേറെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സോഷ്യൽ ലൈഫിൽ നിന്ന് വരുന്ന ഒന്നായിട്ട് ഘടന. സോഷ്യൽ ലൈഫിൽ എന്ന് വെച്ചാൽ സോഷ്യൽ ലൈഫിൽ റിലേറ്റ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന നീഡ്സ്, അത് നീഡ്സ് എന്ന് വെച്ചാൽ ഇമാജിനറി ലെവലിലുള്ള നീഡ്സ് ആയിരിക്കും. ഉദാഹരണത്തിന് ആളുകൾ ബന്ധപ്പെടുന്നതിലൂടെ ഇപ്പം പൊസസ് ചെയ്യാന്നല്ലോ, അപ്പൊ ആളുകളെ പൊസസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ദീസ് ആർ നോട്ട് ആക്ച്വലി ബേസിക് നീഡെന്ന് വരുന്നതായിരിക്കില്ല. അത് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ നിന്നായിരിക്കും. റിലേറ്റ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഓരോ കാലത്ത് വെച്ചാൽ ഓരോ സന്ദർഭങ്ങളിലും സാമൂഹികമായിട്ടുള്ള സന്ദർഭങ്ങളിലും സാമൂഹികമായിട്ടുള്ള സിറ്റുവേഷനോ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ അകത്ത് ഓരോ തരത്തിൽ അത് റിലൈസ് ചെയ്യപ്പെടാം. എങ്ങനെയാണ് ആളുകൾ റിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ആളുകളെയും അവരുണ്ടാക്കിയിട്ടുള്ള മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ഘടനകളോടും വസ്തുക്കളോടും ക്രിയേഷനോടും ഒക്കെ തന്നെ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നുള്ളത് ബന്ധം അതിനോട് ആസ്പദമാക്കിക്കൊണ്ട് ആളുകൾക്ക് അതിനോട് ക്രേവിങ് ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള ഡിസയർ എന്നുള്ളത് വേറെ. അപ്പൊ അത്തരത്തിലുള്ള ഡിസയർ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ അത് ബുദ്ധന്റെ നിന്നുള്ള ഒരു ഡിപ്പാർച്ചറായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ അത്തരത്തിലുള്ള ഡിസയർ അത് സോഷ്യലി ഇംബൈബ്ഡ് ആയിട്ടുള്ള, സോഷ്യലി ജനറേറ്റഡ് ആയിട്ടുള്ള, സോഷ്യലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഡിസയേഴ്സ് ഈ പറയുന്ന സോഷ്യൽ സഫറിങ്ങിന്റെ ഒരു ആയിട്ട് കാണാം. അപ്പൊ ഡിസയറിനെ ആ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ ജയശ്രീ ഡിസയറിന് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പലതര ഡൈമെൻഷൻസിൽ കൂടി കാണാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാണാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജയശ്രീയുടെ ചോദ്യത്തിന് ഉത്തരവാണോ എന്ന് അറിയില്ല, പറഞ്ഞു. അല്ല, ആദ്യം പറഞ്ഞ ക്രേവിങ് കുറച്ച് റിയലും പിന്നെ രണ്ടാമത് പറഞ്ഞ ഇമാജിനറിയിലും അതിന്റെ ഇടയിലാണോ, എൻകൗണ്ടറിലാണോ എന്നുള്ളത്. ആദ്യം പറഞ്ഞ റിയൽ ആണെന്ന് തോന്നുന്നു. ബോഡി കുറച്ചുകൂടെ ബോഡി അല്ലേ.
ബോർഡിലെ ആ ഉം. ഈ സോഷ്യൽ എന്നുള്ളത് ഇമാജിനറി റിലം എന്ന് ഞാൻ പറയാന്ന് വെച്ചാൽ ഓൾറെഡി ഇറ്റ് ഈസ് ഇമാജിനറി ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മീനിങ് ആൻഡ് സയൻസ് സിസ്റ്റംസ്. സയൻസ് സിസ്റ്റം എന്നുള്ളത് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ അല്ല, ഇൻഡിവിജ്വലിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവസരം കൊടുക്കാത്ത രീതിയിലുള്ള സോഷ്യലി കൺട്രോൾഡ് ആണ് ഈ സയൻസ് സിസ്റ്റം മുഴുവൻ. നമ്മുടെ അതുകൊണ്ട് വെച്ചാൽ ബോഡിയുടെ എക്സ്പ്രഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. ബോഡിയുടെ വെച്ചാൽ സബ്ജക്റ്റിന്റെ അഗാധമായ പല ഇതിനും വികാരങ്ങളോ അല്ലെങ്കിൽ അഗാധമായ അതിന്റെ എക്സിസ്റ്റൻസ് അനുഭവ മേഖലകൾ അനുഭവത്തിന്റെ വളരെ അഗാധമായ തലങ്ങളിൽ നിന്നുള്ള ഒന്നും പൊന്തി വരാൻ പറ്റാത്ത രീതിയിൽ, അതിന് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഭാഷ പ്രത്യേക രീതിയിൽ നിർമ്മിക്കപ്പെടുകയും അതിന്റെ നിയമങ്ങൾ എഴുതപ്പെടുകയും പിന്നെ ഉണ്ടാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ സംസാരിക്കുമ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ നിയന്ത്രണം ആണ് കൂടുതൽ കാണുന്നത്. അതായത് ഈ സയൻസ് സിസ്റ്റത്തിന്റെ എന്താണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രയോഗം വാക്കുകളുടെ എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഫോർമൽ സ്ട്രക്ചറിൽ കൂടിയിട്ടാണ് ഈ. അതുകൊണ്ട് ഒരു ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എക്സ്പ്രഷൻ സാധ്യമല്ല. ഉദാഹരണത്തിന് ദുഃഖം അതിന്റെ അഗാധമായിട്ടുള്ള തലത്തിലുള്ള അതിന്റെ സമ്മർദ്ദങ്ങൾ, അപ്പോൾ ബോഡി ശരീരം അനുഭവിക്കുന്ന വേദനകൾ അല്ലെങ്കിൽ വേദനകൾ എന്ന് പറയാൻ പറ്റില്ല, സമ്മർദ്ദങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള എക്സ്പ്രഷൻ ഉപാധി സൊസൈറ്റിയിൽ ഉണ്ടാവില്ല. അങ്ങനെയാണ് അതിന്റെ റിയൽ ആയിട്ടുള്ള വേൾഡ് ഇങ്ങനെ. അതായത് അൺകോൺഷ്യസ് എന്ന് ഞാൻ മറ്റൊരു സമയത്ത് പറഞ്ഞ പോലെ അൺകോൺഷ്യസ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് സംതിങ് ഗിവൺ, ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ത്രൂ സോഷ്യൽ വേൾഡ്, ത്രൂ ഇന്ററാക്ഷൻ വിത്ത് ദ സോഷ്യൽ വേൾഡ്. അത് സമ്മർദ്ദങ്ങളെ ശരീരം സ്വീകരിക്കുന്ന, ആഘാതങ്ങളെ സ്വീകരിക്കുന്ന രീതിയാണ് ഈ കൺക്ലൂഷൻ. ദ മോർ ഇറ്റ് ഈസ് പ്രഷറഡ്, മോർ intense will be conscious. അതിൻ്റെ ഡൈനാമിക്സ്, അതിൻ്റെ വേദനകളും അതിൻ്റെ വിഷമങ്ങളും അത്ര തന്നെ സിവിയറായി. അവിടെ ഡിസയറിന്റെ തലം എന്നുള്ള അർത്ഥത്തിൽ ഇമാജിനറി ലെവലിൽ കൂടിയിട്ട് അതിൽ ആ തലത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് എടുക്കണം സോഷ്യൽ എന്നുള്ള. അപ്പൊ അതിന്റെ സോഷ്യൽ സഫറിങ്ങിന്റെ ഒരു പ്രധാന എന്ന് വെച്ചാല് നമുക്ക് അതിന്റെ അതിനെ മനസ്സിലാക്കാനോ അതിൽ പരിഹരിക്കാനോ നമ്മള് ഈ സബ്ജക്റ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് simply an individual problem of the individual. അത് എങ്ങനെയാണെന്നുള്ള അതിന്റെ ഇമാജിനറി തലം ഞാൻ പറയാം. ഉത്തരങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാമെന്ന് അറിയില്ല. ഈ ഇമാജിനറി വെലം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൊക്കേറ്റഡ് ഇൻ സം ഇൻഡിവിജ്വൽ, ലൊക്കേറ്റഡ് ഇൻ സം ബോഡി. ഇറ്റ്സ് ലൊക്കേറ്റഡ് നോട്ട് ഇൻ എ ബോഡി, ലൊക്കേറ്റഡ് ഇതൊരു സ്പെക്ട്രൽ ആയിട്ടുള്ള ഒരു സാധനം. വെച്ചാൽ അത് ഒരു പല ബോഡിയിലും ഒരു വലിയ പ്രവർത്തിക്കുന്ന ഒരു വേൾഡാണ്, ഈ ഒരു റെലമാണ് ഈ ഇമാജിനറി ലെവൽ. അതുകൊണ്ട് ഡിസയറിനെ നമ്മൾ നോക്കുമ്പോൾ വേറെ ബോഡിയിൽ നോക്കിയാൽ പോരാന്നുള്ള രീതിയിലാണ് ഞാൻ സൂചിപ്പിച്ചത്. അതാണ് ഈ ബുദ്ധന്റെയും കഥന്റെയും ഒക്കെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം സോഷ്യൽ എന്നുള്ള അതായത് വളരെ അപൂർവമായിട്ടുള്ള, വളരെ നൂതനം, ഈ ലോകത്തിലെ ഈ ലൈഫ് വേൾഡിന് ഈ ജൈവലോകത്തിലെ വളരെ അപൂർവമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ടാണ് എനിക്ക് ഇതിനെ ഞാൻ കാണുന്നത്. സംതിങ് ദാറ്റ് ഈസ് ന്യൂ ഇൻ ദ ലൈഫ് വേൾഡ്. ലൈഫ് വേൾഡ് എന്ന് വെച്ചാൽ മനുഷ്യന്റെ ലൈഫ് വേൾഡ് അല്ല, ലൈഫ് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് കനോട്ട് ബി എക്സ്പ്ലെയിൻ ഇൻ ടേംസ് ഓഫ് ലൈഫ് അറ്റ് ഓൾ. അതൊരു ഞാൻ പറഞ്ഞ അതിന് ഒരു പ്രത്യേക ഏജന്റീവ് ആയിട്ടുള്ള അതിലും നോക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ റെലം. അത് ഒരുപക്ഷെ
കൂടുതൽ കമ്പ്യൂട്ടർ സിമുലേഷനിൽ കൂടിയിട്ടായിരിക്കും ഇത് ചിലപ്പം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക. മറ്റേ ഇതിൽ കാണും. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് എനിക്ക് തോന്നുന്നു. അല്ല, ഞാനിപ്പോ ഉത്തരം പറഞ്ഞോന്ന് അറിയില്ല. ഞാൻ ശരിയല്ല ചോദിക്കും. ശരി ശരി ശരി. ഓക്കെ ഓക്കെ. നിസാർ മാഷ് നമസ്കാരം, ഞാൻ രാജീവൻ. കേൾക്കാവോ? രാജീവൻ കേൾക്കാം. സാറിന്റെ ഇത് കേട്ടു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യൻ ട്രഡീഷനിലൊക്കെ നമ്മൾ പറയുന്നത്, പിന്നെ എല്ലാവരും പറയുന്നത്, അതായത് ഇഗ്നറൻസ് ആണ് സഫറിങ്ങിന് കാരണം എന്ന് ജനറൽ ആയിട്ട് പറയാറുണ്ട്. അപ്പൊ എന്താണ് ഇഗ്നറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് ഓഫ് റിയാലിറ്റി എന്നൊക്കെയാണ് പറയാറ്. അവിടെ അത് ഒരു വളരെ എന്താണ് അബ്സല്യൂട്ട് സെൻസിലൊക്കെയാണ് ആ റിയാലിറ്റി എടുക്കാറ്. എങ്കിലും എനിക്ക് തോന്നുന്നത് ഇത് പല ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുന്നു. ഓരോ ലെവലിലുള്ള റിയാലിറ്റിയുടെയും അറിവില്ലായ്മ അല്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന സഫറിംഗ് ആയിട്ട് മാറുന്ന ഒരവസ്ഥ. അപ്പൊ ആ സാധനം ഈ സോഷ്യൽ റിയാലിറ്റിയുടെ അല്ലെങ്കിൽ സോഷ്യൽ സഫറിങ്ങിന്റെ സോഷ്യൽ റിയാലിറ്റിയെയും ലിങ്ക് ചെയ്തിട്ട് ഒന്ന് വിശദമാക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് അറിയാനുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഇതിന്റെ ഫീലിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴത് ന്യൂറോബയോളജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ജെയിംസ് ലാങ് തിയറി പോലുള്ള തിയറീസ് പറയുന്ന ബോഡ്ലി റിയാക്ഷന്റെ അവയർനെസ് ആണ് ഈ ഇമോഷൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ബോഡ്ലി ഉള്ള ആക്ഷന്റെ അവയർനെസ് ആയിട്ട് നമ്മൾ ഇമോഷനെ കണ്ടു കഴിഞ്ഞു. ബോഡിലി അതായത് നമ്മളൊരു പാമ്പിനെ കാണുവാണെങ്കിൽ ആ പാമ്പിനെ കാണുമ്പോൾ രക്ഷപ്പെടാൻ ഉണ്ടാകുന്ന ബോഡി റിയാക്ഷനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ആണ് ഭീതി എന്നുള്ള രീതിയിൽ ജെയിംസ് ലാങ് തിയറി പറയുന്നുണ്ട് ഇമോഷനെ കുറിച്ച്. അപ്പൊ അവിടെ നമുക്ക് ഈ ഒരു പിന്നെ അതൊരു പ്രൈമറിലി മെന്റലായിട്ട് എടുത്തിട്ട് പിന്നെ ന്യൂറോബയോളജിക്കലി അത് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലുള്ള ഒരു ഇന്റർപ്രിറ്റേഷന്റെ ആവശ്യം വരുന്നില്ലെന്ന് തോന്നുന്നു. ആ തിയറി ഞാൻ ക്വാണ്ടിറ്റി തിയറി ആണെങ്കിൽ മാഷ് പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. ആദ്യം അവയർനെസ് ആണ് വരുന്നത്, പിന്നെയാണ് അതിന്റെ പിന്നെ ബോഡിയിലേക്ക് പോകുന്നത്. പക്ഷെ എനിക്ക് പ്രൈമറിലി ചോദിക്കാനുള്ള ഈ ഒരു സാധനമാണ്, അതായത് പിന്നെ നമ്മൾ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുമ്പോഴാണ് നമുക്ക് സഫറിങ് ഉണ്ടാവുന്നതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു വിശ്വാസത്തെ നമുക്ക് ഈ സോഷ്യൽ സഫറിങ്ങും സോഷ്യൽ റിയാലിറ്റിയും കൂട്ടിയിട്ടുള്ള ഒരു ക്ലാഷിലൂടെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സാധനമാണ് അറിയാനുള്ളത്. ഞാൻ ഈ വികാരങ്ങളെ പറ്റിയിട്ടും ഇമോഷൻ അല്ലെങ്കിൽ ഭാവങ്ങളെ പറ്റിയിട്ടൊന്നും പരാമർശിക്കുന്നില്ല. എന്നുവെച്ചാൽ അതല്ല എൻ്റെ ഈ കൺസേൺ ഇവിടെ. അതായത് ഇപ്പൊ ബോഡിയിൽ ഇപ്പം ഭീതി ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ മറ്റ് മറ്റ് വികാരങ്ങൾ ഉണ്ടല്ലോ. അതെ, അത്ര വികാരങ്ങളെ പറ്റിയിട്ട് വെറുപ്പ്, ഉദാഹരണത്തിന് അവർഷൻ, ഇതിനുള്ള വികാരങ്ങളെ പറ്റിയിട്ട് ഞാൻ അതിനെപ്പറ്റി ഞാൻ നോക്കുന്നില്ല. ഞാൻ പറയുന്നത് എക്സിസ്റ്റൻഷ്യലാണ്, ഞാൻ ഓണ്ടോളജിക്കലാണ് എൻ്റെ കൺസേൺ. വിച്ച് ക്യാൻ ബി പ്രോപ്പർലി കോൾഡ് ഓണ്ടോളജിക്കൽ അല്ല, ക്യാരക്ടറൈസേഷൻ, അതിൽ വിശേഷിപ്പിക്കുന്നത്. അതായത് ഭാവപരമായ ഒരു തലത്തിലെ കാര്യമായിട്ട് വിശേഷിപ്പിക്കാൻ പറ്റുന്ന എന്തായിരിക്കും എന്നുള്ളതാണ്. ഞാൻ സഫറിങ്ങിന് ആ രീതിയിലാണ് എടുക്കുന്നത്. അങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസ് ഇപ്പോൾ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ അങ്ങനെയുള്ള എക്സ്പ്ലനേഷനെ അല്ല ഞാൻ നോക്കും. രണ്ടാമത് പിന്നെ ഈ സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സോഷ്യൽ റിയാലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയം. ദർ ഇസ് നത്തിങ് ലൈക്ക് സോഷ്യൽ റിയൽ. അതായത് നത്തിങ് സോഷ്യൽ എന്ന് വെച്ചാൽ ഓണ്ടോളജിക്കലി അങ്ങനെ റിയൽ എന്ന് പറഞ്ഞ സാധനം, ഓണ്ടോളജിക്കലി സോഷ്യൽ എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ അതിനെ എക്സ്റ്റെൻഡഡ് സെൻസ് ഓഫ് ഓണ്ടോളജിക്കൽ പറയാം. അതായത് ഇപ്പൊ കോയിനൊക്കെ പറയാം നമ്പർ ഈസ് റിയൽ എന്നൊക്കെ പറയുന്ന പോലെ, നമ്പർ ഈസ് റിയൽ, നമ്പേഴ്സ് ആർ ദർ ആർ നമ്പേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ there is സൊസൈറ്റി എന്നൊക്കെ പറയാം. പക്ഷെ അത് എക്സ്റ്റെൻഡഡ് മീനിങ് അർത്ഥത്തിലുള്ള ഓണ്ടോളജിക്കലാണ്. മറ്റത് ഓണ്ടോളജിക്കൽ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിനെ വേറൊരു ടേം ഇല്ലാത്തതുകൊണ്ടാണ് ഇമാജിനറി ലെവൽ എന്ന് പറയുന്നത്. ഇമാജിനറി ലെവൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇമേഗോ എന്നുള്ള ആ റൂട്ടിൽ നിന്ന് മേക്കിംഗ് സംതിങ് ദാറ്റ് മേക്ക്. അപ്പം ഞാൻ പറയാ അവിടെ ഇപ്പൊ ആർട്ടിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ആർട്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആണെങ്കിലും ആർട്ട് ഒബ്ജക്ട്സ്, ഇപ്പൊ സയൻസിന്റെ
സയൻസ് എന്ന് വെച്ചാൽ പറയുമ്പോൾ അത് തിയററ്റിക്കൽ, അത് ഓൾറെഡി ഇമാജിനറിയാണ്. സയൻസ് ഇമാജിനറി ആയിട്ടുള്ള, അതായത് ഇപ്പം മെഷർമെന്റ് അതായത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാരണം വെച്ചാൽ കുറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്. കാരണം വെച്ചാൽ പറയുമ്പോൾ അതെങ്ങനെ റിയൽ ആയിട്ട് അതെങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയാണ്. പിന്നെ റിയൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇമാജിനറി ഇൻ സം വേ കണക്റ്റഡ് ടു റിയൽ ദ ബോഡി എന്നുള്ളത് പോലെ സോഷ്യൽ എന്നുള്ളത് ഇമാജിനറി ആയിട്ട് എടുക്കുകയാണെങ്കിൽ, വിച്ച് ഈസ് നോട്ട് റിയൽ എന്ന് എടുക്കുകയാണെങ്കിൽ, ഹൗ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു റിയൽ എന്ന് പറയുമ്പം മനുഷ്യരുടെ ശരീരങ്ങളും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടാണ് റിയൽ. അല്ലെങ്കിൽ വാട്ട് ഇറ്റ് പ്രൊഡ്യൂസസ് എന്നുള്ളത്. ഉദാഹരണത്തിന് അത് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്, കെട്ടിടങ്ങൾ അത് ദേ ആർ റിയൽ ഞാൻ പറയാം. പക്ഷെ അതേ സമയത്ത് ആ റൂൾസ് ഫോളോ ആളുകൾ അവിടെ ബിഹേവ് ചെയ്യുന്ന അതിന്റെ റൂൾസ് ഒന്നും, അതിലെ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്ന റൂൾസ് ആർ നോട്ട് റിയൽ, അത് ഇമാജിനറി ലെവൽ. അത് അപ്പൊ സോഷ്യൽ റിയാലിറ്റിന്റെ ഭാഗം എന്താണ് സോഷ്യൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അല്ല ഉള്ളത് അവിടെ. എപ്പോഴും എന്താണുള്ളത് അവിടെ? അപ്പോഴും ഒരു പാസേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്, ഒരു പോയിന്റ് ഓഫ് എന്താ പറയാ മീറ്റിംഗ് പോയിന്റ് ആണ്. അതായത് മീറ്റിംഗ് പോയിന്റിലാണ് എല്ലാം ഒരു പക്ഷെ കിടക്കുന്നത്. ശരീരത്തെ സംബന്ധിച്ചോളം ഇമാജിനറി ടു ദ റിയൽ, അതിന്റെ പാസേജിന്റെ അകത്ത് പ്രശ്നങ്ങളുടെ, അതായത് അഫക്റ്റിന്റെ ഇത് വരുന്നത്. എക്സിസ്റ്റൻഷ്യലായിട്ട് സംബന്ധിച്ചിടത്തോളം വൺ ഫീൽ സംതിങ്. അതേപോലെ സോഷ്യൽ എന്നുള്ളത് ശരീരങ്ങളുടെ ബോധങ്ങൾക്ക്, പ്രത്യേകിച്ച് മെറ്റീരിയൽ ആയിട്ടോ, ബോധങ്ങൾക്ക് വീണ്ടും ഇതാണ് ഇമാജിനറി ലെവൽ തന്നെ പ്രവർത്തിക്കുക. അങ്ങനെ സോഷ്യൽ റിയാലിറ്റി എന്ന് പറഞ്ഞ ഒന്ന് അങ്ങനെ ഇല്ല. അതേസമയത്ത് there are the programs and the way it is affect the bodily movements of human beings. ഈ ബോഡിലി മൂവ്മെന്റ്സ് അതെന്തുണ്ടാക്കുന്നതാണെങ്കിലും, ഉദാഹരണത്തിന് the way it bodies are shape, bodies are എന്താ പറയാ ഉദാഹരണത്തിന് അത് തന്നെ ഇപ്പൊ വേഷം ഇടുന്നത്, ശരീരത്തിന്റെ മേലെ പലതരത്തിലുള്ള അലങ്കാരങ്ങൾ ഉണ്ടാക്കുന്നത്, പ്രത്യേക രീതിയിൽ ശരീരം വഴക്കുന്നത്, ബിഹേവ് ചെയ്യുന്നത്, പണിയെടുക്കുന്നത്, പ്രത്യേക രീതിയിലുള്ള പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ തന്നെ ഈ മീറ്റിംഗ് പോയിന്റ്, ഈ എന്താ പറയാ, ഒരു വാക്ക് ശരിക്കും കിട്ടുന്നില്ല, ഒരു പാസേജ് ഫ്രം ഇമാജിനറി ടു ദ റിയൽ ന്റെ പാസേജിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സോഷ്യൽ റിയാലിറ്റി എന്നുള്ള ഇത് ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ സഫറിങ് എന്നുള്ളത് ഈ മീറ്റിംഗ് പോയിന്റിന്റെ അല്ലെങ്കിൽ ഈ പാസേജിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇമാജിനറി വെള്ളത്തിന്റെ സ്വഭാവത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ആണ് നമുക്ക് സഫറിങ്ങിനെയും മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് എനിക്ക് തോന്നിയത്. ഈ രാജീവിന്റെ ചോദ്യത്തിന് പെട്ടെന്ന് തന്നെ മനസ്സിൽ ഒരു ദയവായിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് നേരിട്ടൊരു മറുപടി ആയിരിക്കില്ല പറയാം. എനിക്ക് സംഭാഷണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചോദ്യോത്തരങ്ങളതിന് പകരം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്നിലുണ്ടാക്കുന്ന റിഫ്ലക്ഷൻസ് ആണ് ഞാൻ പറയുന്നുണ്ടാവുക. അതുകൊണ്ട് ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നുള്ള രീതിയിൽ എടുക്കരുത്. ഞാനതൊരു എന്നോടിൽ ഉണ്ടാക്കുന്ന ചിന്തകൾ, നിങ്ങൾ ഉണ്ടാക്കിയ ചിന്തകൾ, എന്നോട് ഉണ്ടാക്കുന്ന ചിന്തകളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. രാജീവൻ. ഓക്കെ സർ, താങ്ക് യു. മാഷെ കേൾക്കുന്നുണ്ടോ? മായ, ഞാനേ ആദ്യം മാഷ് തുടങ്ങിയപ്പോ പറഞ്ഞതിലൊരു ക്ലാരിഫിക്കേഷൻ, അതായത്
ദുഃഖം, സഹനം എന്നുള്ള രണ്ട് ടേമിനെ തിരിച്ച് പറഞ്ഞുല്ലോ. അതായത് സഹനത്തെ കുറിച്ചല്ല ദുഃഖത്തെ കുറിച്ച് എന്ന് തുടങ്ങുക എന്ന് പറഞ്ഞു. അപ്പൊ ദുഃഖവും സഹനവും തമ്മിൽ ഡിഫറൻഷിയേഷൻ വരുന്നത് എങ്ങനെയാണ് ആയിരിക്കും? ദുഃഖം എന്നുള്ളതൊരു മെന്റൽ എൻറ്റിറ്റി പോലെ, ഈ സഹനം എന്നുള്ളത് ഈ അങ്ങനെയാണോ ഉദ്ദേശിച്ച എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഒരു കാര്യം, അതിന്റെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല. എപ്പോഴും ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞാൻ ഓൺ ചെയ്തുകൊണ്ടാണോ അറിയില്ല. ഓക്കെ, എന്നാ മാഷ് ഒന്ന് മ്യൂട്ട് ചെയ്ത് നോക്കൂ. ഓക്കെ, അതായത് ദുഃഖവും സഹനവും തമ്മിലുള്ള ഒരു ഡിഫറൻഷിയേഷൻ നടത്തിയോ എന്നാണ് മാഷ്. അങ്ങനെ അത് എങ്ങനെയാ? എനിക്ക് തോന്നി ദുഃഖം എന്ന് പറയുന്നത് അതിനെ കുറിച്ചാണ് പറയുകയാണെങ്കിൽ അതൊരു മെന്റൽ എൻറ്റിറ്റി എന്നുള്ള പോലെ, അതേമാതിരി സഹനം എന്ന് പറയുമ്പോൾ അത് ഒരു എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള വേൾഡ്ലി ആയിട്ടുള്ള ഒരു സാധനമായിട്ട്, അങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ ആണോ മാഷ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അങ്ങനെ തോന്നി. അതൊന്ന്. പിന്നെ മറ്റൊന്ന്, വെസ്റ്റേൺ ഫിലോസഫേഴ്സിന് ഇടയ്ക്ക് നമ്മൾ ഈ ദുഃഖത്തെ അത്ര എടുത്തു കാണുന്നില്ല എന്നുള്ള ഒരു സാധനം പറഞ്ഞല്ലോ. അപ്പൊ ഇതില് എക്സിസ്റ്റൻഷ്യലിസ്റ്റുകളുടെ ഇടയിൽ ഈ കിർക്കെഗാർഡിന്റെ ഫിലോസഫി അങ്ങനെ മാഷ് കാണുന്ന ഒരു മെയിൻലി സിക്നെസ് ആൻഡ് ടു ഡെത്ത് എന്ന് പറഞ്ഞിട്ട് ആംഗ്വിഷിനെ കുറിച്ചുള്ള ഒരു ഇതാണല്ലോ അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അത് ഇതുമായിട്ട് നമുക്ക് സെയിം ഒരു ഇതിൽ മനസ്സിലാക്കാൻ കഴിയും. അതോ അതിനെ വേറെ തന്നെയാണോ? എങ്ങനെയാ മാഷ് കാണുന്നത് എന്നുള്ള ഒരു കാര്യം. ഈ സഹനവും ദുഃഖവും തമ്മില് കൺസെപ്റ്റലായിട്ടുള്ള സങ്കല്പനപരമായി തന്നെ വ്യത്യാസമുണ്ട്. സഹനം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സമാനമായിട്ട് ഉപയോഗിക്കാവുന്ന എൻഡ്യൂറിങ് എന്നാണ്. എൻഡ്യൂറൻസ് എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ ഫിസിക്കൽ എൻഡ്യൂറൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് എക്സസൈസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള എൻഡ്യൂറൻസ് ആണല്ലോ എക്സസൈസ് ചെയ്യുമ്പോൾ. ഇപ്പൊ നമ്മൾ ഇത്ര ഭാരദ്വഹനം, ഇത്ര വെയിറ്റ് ഉള്ള സാധനം എടുത്ത് അത് നമ്മുടെ ബോഡി എൻഡ്യൂർ ചെയ്യുകയാണ്. അത് അങ്ങനത്തെ എൻഡ്യൂറൻസ് അല്ല ഞാൻ പറഞ്ഞത്. എൻഡ്യൂറിങ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതൊരു ബിയറിങ് തന്നെയാണ്. അതൊരു ബിയറിങ്, ഇപ്പോൾ ഉദാഹരണത്തിന് സഫറിങ്ങിനെ പോലെ തന്നെ ഒരു ബിയറിങ് ആണ്. പക്ഷെ അതൊരു ദുഃഖത്തെ ഉണ്ടാക്കുന്നില്ല. ദുഃഖം എന്നുള്ള ഒരു സോറോ അല്ലെങ്കിൽ ഈ സഫറിങ്ങിനെ ഉണ്ടാക്കണം എന്നില്ല. നമ്മള് സഫറിങ്ങിനെ ഉണ്ടാക്കാം, പക്ഷെ സഫറിങ് അല്ല, അത് സഹനം തന്നെയാണ്. ഉദാഹരണത്തിന് ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോ പ്രസവിക്കുന്ന ഒരു സ്ത്രീ സഹിക്കുകയാണ്. അത് സഹനം, അതിൽ സഹനമാണ്. അതായത് അത് ദുഃഖം ഉണ്ടാക്കുന്നില്ല, അതായത് സഫറിങ് അല്ല. അതൊരു സഹനവും ദുഃഖം തമ്മിൽ ആ അർത്ഥത്തിൽ ബേസിക് ആയിട്ടുള്ള കൺസെപ്ച്വൽ ഡിഫറൻസ് ഉണ്ട്. അതാണ് എനിക്കുള്ള എൻ്റെ സമാധാനം. പക്ഷേ ഈ വെസ്റ്റേൺ ഫിലോസോഫിക്കൽ ട്രഡീഷനിൽ സഫറിങ്ങോ അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള സങ്കല്പം, അതിനോട് കോഗ്നേറ്റ് ആവുന്ന സങ്കല്പനങ്ങളോ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് പ്രിവലന്റ് അല്ല, അത് പ്രമുഖമായിട്ട് അവിടെ ഇല്ല. ഇപ്പം മെയിൻ ഫിലോസഫി ഇപ്പം ഇവരുടെയാണ് എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള, ഇപ്പം നീഷയുടെ ഒക്കെ ഒരു ദുഃഖത്തെ പറ്റിയിട്ടുള്ള ഒരു സിദ്ധാന്തമൊന്നുമില്ല. കാരണം അതിൻ്റെ ആവശ്യം നീച്ചയ്ക്കില്ല. നീച്ച ഒരു ജോയിയുടെ, ആനന്ദത്തിൻ്റെ ഒരു ദൈവികമായ ആനന്ദത്തിൻ്റെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫിലോസഫി. ദാറ്റ് ഈസ് വെരി ഡിഫറെന്റ് ഫ്രം ദ വൺ വി ഡിസ്കസ്ഡ്. അതായത് പിന്നെ ബുദ്ധന്റെയും കപിലന്റെ ഒക്കെ കൺസേണില് ആ ജോയിയോടുള്ള ഒരു ഇതല്ല. കാരണം എല്ലാം അനിത്യമായിട്ടാണ് കാണുന്നത്. നിത്യമില്ലാത്തതോ ഇംപെർമനന്റ് ആയിട്ടുള്ള ഒന്നാണ് ബുദ്ധന്റെ. ആർത്തല് ദുഃഖം എന്നുള്ളതിലുള്ള ഫോക്കസിങ് അവിടെ കാണുന്നില്ല ഈ ഈശയുടെ. ഈവൻ ഹൈഡഗർ പോലും കാണുന്നില്ല. കാരണം അവരൊക്കെ എക്സിസ്റ്റൻഷ്യലിസ്റ്റുകളാണെങ്കിലും
ഈ പറയുന്ന എക്സിസ്റ്റൻഷ്യലി വളരെ എന്താ പറയുക, വളരെ പ്രമുഖമായിട്ട് നമുക്ക് കാണാവുന്ന എക്സിസ്റ്റൻഷ്യൽ ഒരു ക്വാളിറ്റി സഫറിങ് എന്നുള്ളത് അതിൽ വരുന്നത് ആണ് എനിക്ക് തോന്നുന്നു. അല്ല, ഞാൻ കീർക്കെഗാഡിനെ കുറിച്ച് സിക്നെസ്, ഈ അസ്തിത്വ ദുഃഖം നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, ഈ ആംഗ്യൂഷിനെയാണ് അത് ഉദ്ദേശിക്കുന്ന. ഈ അതിന് കീർക്കെഗാഡ് സോറി, ഞാൻ കീർക്കെഗാഡിന്റെതും അതല്ല ഈ പിന്നെ ഈ ദുഃഖത്തിന്റെ കാര്യമല്ല അതിൽ പറയുന്നത്, ദുഃഖമായിട്ട് ബന്ധപ്പെട്ടല്ല. എക്സിസ്റ്റൻഷ്യലായിട്ട് ഉദാഹരണത്തിന് ബുദ്ധന്റെയോ കപിലിന്റെയോ ദുഃഖ സഫറിങ് എന്നുള്ള കൺസെപ്റ്റ് ഈ നിത്യതയും റിയലിന്റെയും അനിത്യമായിട്ടുള്ളതിൻ്റെയും ഇടയ്ക്കുള്ള കാര്യമാണ്. അത് ഇംപെർമനന്റ് ആയിട്ടുള്ള ഒന്നിനെ പെർമനന്റ് ആയിട്ട് ധരിക്കുന്നതിൽ കൂടി ഉണ്ടാവുന്ന അതിലുണ്ടാവുന്ന ഒരു നിരാശ ആണ് ആ ദുഃഖത്തിന്റെ കാരണം. എക്സിസ്റ്റൻഷ്യൽ ആംഗ്വിഷ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അറിയില്ല. അതായത് നമ്മുടെ എല്ലാ തരത്തിലുള്ള, ഇപ്പം ബുദ്ധന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ഡിസൈറുകളിലും ഇത് ഒളിഞ്ഞിരിപ്പുണ്ട്, ഈ ദുഃഖത്തിന്റെ. അതായത് നമ്മള് ഡിസപ്പോയിന്റ് ചെയ്യപ്പെടുന്ന എല്ലാ തരത്തിലുള്ള എൻഗേജ്മെന്റിലും ഈ പറയുന്ന ക്രേവിങ് ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും ഡിസപ്പോയിന്റ് ചെയ്യപ്പെടും. ആ രീതിയിലാണ് അത് കാണുന്നത്. സോ ഇറ്റ് ഈസ് എ റിക്കറിങ് പെർമനന്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് മനുഷ്യ ജീവിതത്തിൽ നിൽക്കുന്ന ഒന്നാണ് ഈ ദുഃഖം. അത് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്നതല്ല, എക്സിസ്റ്റൻഷ്യൽ അഗണി ആംഗ്വിഷ് അല്ല. അറിയില്ല, വീണ്ടും ഞാൻ ഇങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ. അല്ല, ആ ഇംപ്രഷൻ എനിക്ക് ഉണ്ടായ ഇംപ്രഷൻ അതല്ല. ഈ എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫി ജനറലി എനിക്ക് എന്നിലുണ്ടാക്കിയ ഇംപ്രഷൻ ആ രീതിയിലുള്ളതല്ല. നിസാർ, ചാറ്റിൽ 2 ചോദ്യങ്ങളുണ്ട്, ഞാൻ വായിക്കാം. ഒന്ന്, ക്യാൻ ദർ ബി എ സർട്ടൻ പ്രോട്ടോകോൾ ഫോർ മിറ്റിഗേറ്റിംഗ് സോഷ്യൽ സഫറിംഗ്? രണ്ടും ഏകദേശം ഒന്നിച്ച് വായിക്കാൻ തോന്നുന്നു. How can a normal homemaker relate to social suffering in today's world, and how can they be helped to overcome this? അത് പേര് പറയാൻ താല്പര്യമില്ലാത്ത ഒരാള് എന്നോട് ചോദിക്കാൻ പറഞ്ഞതാണ്. ആദ്യത്തേത് സജീവന്റെ ചോദ്യമാണ്. സജീവ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. വ്യക്താണോ നിസാർ? ആദ്യത്തെ ചോദ്യം പ്രോട്ടോകോൾ. Can there be a certain protocol for mitigating social suffering? രണ്ടാമത്തത് ഒരു ഹോംമേക്കറിന്റെ സോഷ്യൽ സഫറിങ്ങിനെ, how can a normal homemaker relate to social suffering in today's world, and how can they be helped to overcome this if it is social suffering? ഹോംമേക്കർ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ബുദ്ധൻ ഉപേക്ഷിച്ചു പോയ വീട് ഓർമ്മ വന്നു പെട്ടെന്ന്. ഒരു പ്രോട്ടോകോൾ ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ സഫറിങ്, ഇങ്ങനെ ഈ ദുഃഖത്തെ കുറക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ പ്രോട്ടോകോൾ ഉണ്ടാവുക എന്ന സംശയം. അത് വീണ്ടും ചില റൂൾസിൻ്റെയും പ്രൊസീജിയറിൻ്റെയും ഒരു എലം ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇറ്റ് ബിക്കം അഗൈൻ എ ഇമേജിനറി എലം വിച്ച് ഓൾസോ ജനറേറ്റ്
this situation where people undergo suffering. അതായത് മനുഷ്യര് അവരുടെ ഈ തരത്തിലുള്ള ഒരു നേരിടുന്ന എക്സിസ്റ്റൻഷ്യലി ഭാവാത്മകമായി മനുഷ്യർ നേരിടുന്ന ഈ ദുഃഖത്തെ വാണി ചെയ്യാൻ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ, ഒരു ആക്സെപ്റ്റഡ് പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അതൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ജനറേറ്റ് ചെയ്യുന്ന ഒന്നിൻ്റെ രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവും. എന്താണോ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫലത്തിൻ്റെ ഡൊമൈൻ്റെ അതേ സ്വഭാവങ്ങൾ തന്നെ അതിനെ ആർജിക്കേണ്ടി വരും. കാരണം അതൊരു മേക്കിങ്ങിന്റെ ലോകത്താണ് ഉള്ളത്. സോ അത് ഈ പറയുന്ന പോലെ ഇതിനൊക്കെ ജനറേറ്റ് ചെയ്യുക. ഈ ക്രേവിങ്ങിനെ ആണെങ്കിലും ഈ പറയുന്ന പോലെ എൻടാങ്കിൾമെന്റ് ആണെങ്കിൽ അതൊക്കെ ജനറേറ്റ് ചെയ്യാൻ സാധ്യത. സോഷ്യൽ അതായത് ഇവിടെ അതിന്റെ കാരണം വെച്ചാൽ ഈ പ്രോഗ്രാം അൺഓതേർഡ് പ്രോഗ്രാമിന് പകരം ഓതേർഡ് പ്രോഗ്രാം ആണല്ലോ ഈ സജഷനിൽ വരിക. ഉദാഹരണത്തിന് റെവല്യൂഷൻ എന്ന് പറയുന്നതും ഈ സോഷ്യൽ റിഫോം പക്ഷെ ഇതൊക്കെ പ്രോഗ്രാംഡ് ആണ്. അപ്പൊ ഈ ഈ അൺഓതേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമിന് പകരം ഒരു ഓതേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഇവിടെ വരുന്നത്. അത് വീണ്ടും ജനറേറ്റ് ചെയ്യുന്ന കാരണം അതായത് മോഡല് ഇത് തന്നെയാണ്. കാരണം മോഡല് സ്വന്തം ഒറിജിനെ അത് ഇമിറ്റേറ്റ് ചെയ്യാണ്. അതായത് എങ്ങനെയാണോ ലോകത്തായിട്ട് എൻടാങ്കിൾഡ് ആയിട്ടുള്ളത് ഈ മനുഷ്യ ജീവിതം, അതേ ഇതിനെ മോഡൽ ചെയ്തുകൊണ്ടാണ് ഈ പരിഹാരങ്ങൾ ഉണ്ടാകുന്നത്. മനുഷ്യന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഫാക്കൽറ്റികൾ പ്രോഗ്രാം ചെയ്ത് അതിന്റെ പ്രോഗ്രാം കമ്പ്യൂട്ടർ ആകുന്ന പോലെ, അതിന്റെ ഒരു പ്രോഗ്രാമിങ്ങിന്റെ മോഡൽ കമ്പ്യൂട്ടർ ചെയ്യുന്നത് പോലെ. ഞാൻ പറഞ്ഞ അതിന്റെ മെറ്റീരിയൽ അതല്ല, അതിന്റെ ഇലക്ട്രോണോ അങ്ങനെ ന്യൂറോണോ ആ രീതിയിലുള്ള സംവിധമല്ല. പക്ഷെ പ്രോഗ്രാമിങ്ങിന്റെ കാൽക്കുലേഷൻ്റെ ഒക്കെ അതാണ്ട് അതിൻ്റെ ഇതിൽ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇറ്റ് ജനറേറ്റ്സ് ദ സെയിം തിങ് എന്നാണ്. കാരണം അതൊരു സോഷ്യൽ വേൾഡ്, ഒരു ഇമാജിനറി വേൾഡ് തന്നെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതായത് ബുദ്ധൻ്റെത് ഒരു പ്രോട്ടോകോളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ദുഃഖമുണ്ട്, ദുഃഖത്തിന്റെ നിവാരണമുണ്ട്, ദുഃഖത്തെ അറിയണം, നമുക്ക് പറ്റും, അതിൽ നിന്ന് മോചനം നേടാൻ പറ്റും എന്നൊക്കെയുള്ള വാദം അതെങ്ങനെ ചെയ്യാന്നുള്ള ഈ ബുദ്ധന്റെ ടീച്ചിങ്, നിർവ്വാണം എന്നുള്ളത് അതൊക്കെ തന്നെ. അതുപോലെ തന്നെ സാഖ്യ അതിൻ്റെ തിയറിയും പിന്നെ അത് യോഗ പതഞ്ജലിയുടെ യോഗസൂത്രത്തിലുള്ള പ്രൊസീജിയേഴ്സും ഒക്കെ തന്നെ ഒരു പ്രോട്ടോകോളായിട്ട് എടുക്കാം. അങ്ങനെ ചെയ്യാൻ മിറ്റിക്ക് അതിനെ കുറക്കാനും പിടിക്കാൻ. പക്ഷെ അത് നമ്മൾ കാണുന്ന അങ്ങനെയല്ല നടക്കുന്നത്. ഇറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ് ടു ഹ്യൂമൻ സഫറിങ്. അതുകൊണ്ട് അത് എത്രത്തോളം ഫീസിബിൾ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് ഒരു പക്ഷേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ കഴിഞ്ഞ ഗൂഗിൾ മീറ്റിൽ ഇതിൽ പറഞ്ഞ പോലെ, can we drop all these things? ഈ ഇമാജിനറി ഈ പ്രോഗ്രാമിങ്ങിന്റെ തലം, അതായത് ഈ പ്രോസസ്സ് ദാറ്റ് ഈസ് ഗോയിങ് ഓൺ ദ ഇമാജിനറി തലം, എൻടാങ്കിൾമെന്റ്, തോട്ട്, തിങ്കിങ് ഇൻ ദ സെൻസ് ഓഫ്, ഫോർ എക്സാമ്പിൾ, ഈ ഭാഷയിലൂടെ സങ്കല്പനങ്ങളിലൂടെ, then the clinging on to the image that we make of ourselves, and the time in which the time that is imaginary, that thread that connect all these images,
Can we drop all this? No. If you drop all this, there may be a possibility, but that is not a protocol actually. Simply dropping something that we cannot bear any longer. ഇതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഹലോ മാഷ, ഞാൻ ഖാദറാണ്, ആലുവയിലുള്ള. ആഹാ. മനസ്സിലായോ? കാലടിയിലുള്ളപ്പോ നമ്മൾ കാണാറുണ്ടായിരുന്നു ഇടയ്ക്ക്. ഖാദറാണ്, ശരി. എന്തുണ്ട് വിശേഷം? മാഷ പ്രസന്റേഷൻ ഞാൻ സശ്രദ്ധം കേൾക്കുന്നു. അപ്പൊ മാഷ പറയുന്നത് ഒരു കോഞ്ചുഗേറ്റ് ആയിട്ടാണ് ഇപ്പോ നമ്മുടെ ഒരു അവസ്ഥയെ, അതായത് ഇപ്പൊ നമ്മൾ സാധാരണ മാത്തമാറ്റിക്സിൽ പറയാം എക്സ് പ്ലസ് ഐ വൈ, വേർ എക്സ് ഇസ് ദി റിയൽ പാർട്ട് ആൻഡ് വൈ ഇസ് ദി ഇമാജിനറി പാർട്ട്. സോ നമ്മുടെ അവസ്ഥയെ റിയൽ പ്ലസ് ഒരു ഇമാജിനറി വൈ ആയിട്ടും അത് അങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദുഃഖം എന്ന് പറയുന്നത് എക്സിൽ വരുന്ന പാർട്ടും സഫറിങ് എന്ന് പറയുന്നത് വൈയിൽ വരുന്നതോ അല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, ഞാൻ ആക്സിസ് ആയിട്ടല്ല എടുത്തത്, എക്സ് പ്ലസ് ഐ വൈ, അതായത് എക്സ് എന്ന് പറയുന്ന റിയൽ പാർട്ടും വൈ എന്ന് പറയുന്ന ഇമാജിനറി പാർട്ടുമായിട്ട് നമ്മൾ ഒരു കോഞ്ചുഗേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ നമ്മുടെ അവസ്ഥയെ, ഇപ്പൊ മാഷ പറഞ്ഞ പോലെ ഒരു കോഞ്ചുഗേറ്റ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്താൽ ദുഃഖം എന്ന് പറയുന്നത് ഒരു റിയലത്തിൽ വരുന്നതും സഫറിങ് എന്ന് പറയുന്നത് സോഷ്യൽ റിയലത്തിൽ വരുന്നതുമല്ലേ എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയല്ല ഞാൻ കണക്കാക്കുന്നത്. അത് ചോദിച്ചാൽ നന്നായി. കാരണം ഞാന് ഇതിനെ മനസ്സിലാക്കുന്നത്, അതാണ് ഞാൻ ഈ സഹനവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ പറയാൻ വിചാരിച്ചത്. അതായത് ഈ ആയിരിക്കൽ എന്നത്, മനുഷ്യരായിരിക്കൽ എന്നുള്ളത് ഇറ്റ്സ് നൈദർ റിയൽ നോർ ഇമാജിനറി. ഓക്കെ. അതായത് ഈ ആയിരിക്കുന്നതില് ഈ ആയിരിക്കുക എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കുക എന്നുള്ള ബോധമാണ്, ഉണർവാണ്. പക്ഷെ ശരീരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കുക എന്നുള്ളത് ഒരു ഉണർവാണ്. ഇല്ല, താനില്ല എന്നുള്ളതിനെ എതിരായി, എന്നുള്ളതിന് വ്യത്യസ്തമായി താനുണ്ട്, താനായിരിക്കുന്നു. അപ്പൊ അതിൻ്റെ ആസ്പെക്റ്റുകൾ, അല്ലെങ്കിൽ അതിൽ എന്താണ് അതിലെ വിശേഷണങ്ങളായിട്ട് വരിക എന്നുള്ളതാണ് എൻ്റെ അന്വേഷണം. നോട്ട് ഇപ്പൊ അഫക്റ്റ്, അതാ ഞാൻ പറഞ്ഞ പ്രധാന ഭീതി ഉണ്ടാവുക, അത്തരം കാര്യങ്ങളല്ല. ഇപ്പം ഇത് ഒരാൾക്ക് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് റിയാക്ഷനായി വരുന്ന കാര്യങ്ങളായിരിക്കും ഇത്. പക്ഷേ ആയിരിക്കുന്നതിന്റെ വിശേഷണമായിട്ടാണോ അത് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ ദുഃഖത്തിന്റെ ദുഃഖം എന്നുള്ളത് ഇപ്പൊ അത് ഞാൻ ഇങ്ങനെ ആലോചിക്കാം. ദുഃഖത്തിന് ഈ സഫറിങ്ങിന് ഈ പറയുന്ന പോലെ ഒരു ബെയറിങ് ഫ്രം ബിലോ എന്നുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന റൂട്ട് മീനിങ്ങിൽ എറ്റമോളജിക്കലി ആയി താഴെ താഴെ ധരിക്കുന്നത്, വേറെ സഹിക്കുന്നത് എന്ന അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഫക്റ്റ് ബോഡിയിൽ വരുന്നുണ്ട്. പക്ഷേ അത് ആയിരിക്കുന്നതിൻ്റെ, അതായത് മനുഷ്യർ ഭൂമിയിലായിരിക്കുന്നതിൻ്റെ ഒരു ഡൈമെൻഷനായിട്ട് വരുന്നു. ഉദാഹരണത്തിന് പ്ലഷർ എന്നുള്ളത് ജോയ് തമ്മിലുള്ള വ്യത്യാസം പോലെ തോന്നും. ഒരു ശരീരത്തിന്റെ ഇപ്പം ഒരു പ്ലഷർ എന്നുള്ളത് ഇപ്പം ഒരു ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പ്ലഷർ നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള ടേംസിലാണ് മനസ്സിലാക്കാൻ പറ്റുക. മെറ്റീരിയൽ എന്ന് വെച്ചാൽ സൈക്കോളജിക്കലായിട്ടോ മെറ്റീരിയലായിട്ടോ ഫിസിക്കലായിട്ടുള്ള ടേംസിലാണ്. ജോയ് ഒരു
ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സെൻസിലാണോ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് സംശയം. ആനന്ദം എന്നുള്ളതും രസം എന്നുള്ളതും. അറിയില്ല ഇത് പറയുന്നത് ശരിയാണോ എന്ന്. അപ്പൊ എന്താണ് ആയിരിക്കണം എന്നുള്ളത് കുറെ പറയേണ്ടി വരും. ഞാൻ കുറെ പലതും ഒരുപാട് തവണ അതിങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാൻ സമയം. സോ ഞാൻ ഇത്രയും പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് XY എന്ന് പറയുന്ന രണ്ടിന്റെയും ഇടയിലുള്ള ഒരു സാധനമായിട്ട് മണിയെടുക്കുക. അല്ലെങ്കിൽ രണ്ടിന്റെയും അല്ലാത്ത XY ഇല്ല. ഒരു കാര്യം കൂടി പറയാം. ഞാൻ പറയാം ഒരു കാര്യം കൂടി പറയാം. ഒരു കാര്യം കൂടി ചേർത്താ പെട്ടെന്ന് തോന്നിയത്. XY എന്നുള്ള ഒരു അല്ല, അവിടെ ഒരു ത്രികോണം പറഞ്ഞാൽ മതി. ഇറ്റ്സ് എ പോയിന്റ് വേർ സംതിങ് ജനറേറ്റഡ്. ഈ എക്സിന്റെയും വൈന്റെ ഇടയിൽ കൂടിയിട്ട് അതിന്റെ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ത്രികോണം പോലത്തെ ഒരു സാധനം ഈ ആയിരിക്കലാണ്. ഇറ്റ്സ് നൈദർ എക്സ് ഓർ നോർ വൈ. ഓക്കെ, താങ്ക് യു മാഷെ. അപ്പൊ അത് പറഞ്ഞപ്പോ ഒരു അഡീഷനും കൂടി, സോറി. പിന്നെ അപ്പൊ നമ്മളിപ്പോ ഇമാജിനറി പാർട്ടിലാണ് എൻടാങ്കിൾമെന്റിന്റെ പ്രോബ്ലംസ് വരുന്നുള്ളൂ, മറ്റേ പാർട്ടില് എൻടാങ്കിൾമെന്റ് വരുന്നുള്ളൂ. ഇപ്പൊ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എൻടാങ്കിൾമെന്റ് നമ്മൾ എവിടെയാണ് ഇപ്പോ കാണുക? ഇങ്ങനെ പറയാം. എൻടാങ്കിൾമെന്റ് മനുഷ്യർ ആയിരിക്കുമ്പോൾ കടന്നു പോകുന്ന ഒന്നായിട്ട് മനസ്സിലായി. ഓക്കെ, ആയിരിക്കുന്ന മനുഷ്യർ ബീയിങ്ങിലുള്ള അതിൽ മാത്രമേ അത് വരുന്നുള്ളൂ. അല്ലല്ല ബീയിങ് എന്നുള്ള ബീയിങ് എന്നുള്ളതിന്റെ ട്രാൻസ്ലേഷൻ അല്ലേ. ബീയിങ്ങിനുള്ള ട്രാൻസ്ലേഷൻ അല്ല ആയിരിക്കൽ എന്നുള്ള. ബീയിങ് എന്നുള്ളത് ഭവം എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ എക്സിസ്റ്റൻസ് ഭവം എന്നുള്ള. ആയിരിക്കൽ അതല്ല. ആയിരിക്കൽ എന്ന് പറയുന്നത് ഒരു അതായത് ആയിരിക്കുക എന്നുള്ളത് മനുഷ്യജീവികള് തങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, തങ്ങൾ ഇല്ല എന്നതിന് വിപരീതമായി ഉണ്ട് എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്ന ഒരു ആ ഇരിപ്പ് തുടരുന്ന ആയിരിക്കൽ, ആ ബോധം തുടരുന്നതിലൂടെ ജീവിക്കുന്നതിനാണ് ആയിരിക്കുന്നത്. അത് എന്നാലും ക്ലിയർ ആയിരിക്കില്ല. അതിപ്പോ ടൈം ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്കിത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രോസസ്. ബോഡി ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന പ്രോസസ്സിലൂടെയാണ് ബോഡി കടന്നു പോകുന്നത്. ദാറ്റ്സ് എ പ്രോസസ് ഗോയിങ്, നോട്ട് എ പ്രോസസ് ഇൻ ടൈം. അതൊരു സ്പേഷ്യൽ ആയിട്ടുള്ള, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, സ്പേഷ്യൽ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷനിൽ ഉണ്ടാക്കിക്കൊണ്ട് തുറന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ ആ പ്രോസസ്സ്, ശരീരം അങ്ങനെയുള്ള പ്രോസസ്സിൽ കടന്നു പോകുന്ന സമയത്ത് അത് ഉണ്ടാക്കുന്ന ആ ബോധമാണ് അതിൻ്റെ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന. അതായത് മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് പദാർത്ഥങ്ങളെ, അജൈവ പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ സവിശേഷതയായിരിക്കുന്ന ഒരു തലം ഈ എക്സിസ്റ്റൻസ് ആണ്. ഈ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ടുള്ള ഒരു ഉണർവാണ്. അതിനാണ് ഞാൻ ആയിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് സംതിങ് ജസ്റ്റ് വൺ മൊമെന്റ്. ഇറ്റ് ഈസ് എ പ്രോസസ്.
a self-aware process, a process in which that process is aware of itself, not fully materially, but existentially. Exist ചെയ്യുന്ന ആ ഒരു തലത്തില്, ആ പ്രോസസ്സിന്റെ എക്സിസ്റ്റ് ചെയ്യുന്ന തലത്തിലുള്ള ഉണർവ്, വിച്ച് എവറി മൊമെന്റ് ആ പ്രോസസ്സിന്റെ ഓരോ ആസ്പെക്റ്റുകളിലും അത് ഈ ഉണർവ് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അത് തുടർന്നുകൊണ്ട് പോകുന്ന ആ ബോധത്തില്, ആ ഉണർവിലാണ് ഞാൻ പറഞ്ഞ ഈ ദുഃഖത്തെ പ്ലേസ് ചെയ്യുന്നത്, ഈ സഫറിങ്ങിനെ പ്ലേസ് ചെയ്യുന്നത്. ബോഡി ഇറ്റ്സ് സഫർ ചെയ്യുന്നത്, ബോഡി അല്ല സഫർ ചെയ്യുന്നത് അർത്ഥത്തിന്. ബോഡിയിൽ സഫറിങ് ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാണ്. സോ അതേസമയത്ത് ഈ ഇമാജിനറി റെലം ഇറ്റ്സെൽഫ് ഈസ് നോട്ട് സഫറിങ്. ഇറ്റ് actually part of the it is a part of the process of the system that generates suffering. അത് ഇമാജിനറി എലം തന്നെ അല്ല ഇതിന്റെ കോസ്, അല്ലെങ്കിൽ ഈ സഫറിങ് ഉണ്ടാക്കുന്ന അതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ രീതിയിൽ അതൊരു ഓതേടല്ല, അത് സഫറിങ്ങിന്റെ ഒരു കാരണമല്ല, കാരക സ്വഭാവം തന്നെയാണ്. അതുകൊണ്ട് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഇമാജിനറി റിലം, ഞാൻ പറഞ്ഞ ഇമാജിനറി റിലത്തിലും ഈ ശരീരത്തിന്റെ ഭൗതികമായതിലും തളച്ചിടാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇറ്റ് ഈസ് സംതിങ്, ഒരു ഫീൽഡ് പോലെ ഉണ്ടായി വരുന്ന സാധനം. ആ ഈ പറയുന്ന ഇന്ററാക്ഷനിൽ കൂടിയും അല്ലെങ്കിൽ ഈ ബോധത്തിൽ കൂടി, അത് ഒരു ശരീരത്തിന്റെ ഈ ബോധത്തിൽ കൂടി ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ വിത്തൗട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദിസ് ബോഡി ആൻഡ് ഇറ്റ്സ് ന്യൂറൽ വട്ടവർ, അതിന്റെ ഈ സബ്സ്ട്രാറ്റത്തിന്റെ അഭാവത്തില് ഈ ഒരു ആയിരിക്കൽ തന്നെ ഉണ്ടാവില്ല. മനുഷ്യനെ സംബന്ധിച്ചുള്ള സവിശേഷമായിട്ടുള്ള ഒരു കാരണം. അതുകൊണ്ടാണ് അത് ഈ എക്സിസ്റ്റൻസും ഈ ആയിരിക്കലും മനുഷ്യനെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻ്റ് ആവുന്നതിന്റെ കാരണം അതാണ്. വെറും ബയോളജിക്കൽ ഫിസിക്കലായിട്ടുള്ള എഫക്റ്റ് മാത്രമാണെങ്കിൽ ദർ മേ ബി എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റിമൂവ്ഡ്. അതുപോലെ തന്നെ സോഷ്യൽ നമ്മൾ പറയുന്ന ഇമാജിനറി തലത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയും പല പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കിയും നമുക്ക് വേണമെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന, പക്ഷെ അത് അല്ല അതിന്റെ സൊല്യൂഷൻ. ചിലപ്പം അങ്ങനെയല്ല ചിലപ്പം വരാം. അതുകൊണ്ടാണ് ദുഃഖം ആർത്ഥത്തില്, ദുഃഖം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ആയിരിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ എന്താണോ അതിന്റെ പരിഹാരത്തിന്റെ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനുള്ള ശ്രമത്തില് നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റില്ല. ഇങ്ങനെ ഫിസിക്കൽ സോഷ്യൽ വേൾഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല എന്ന്. That will not actually enlighten us about what happens to our existence. നമ്മുടെ ആയിരിക്കലിൽ അത് എന്താണ് ആയിരിക്കലിൽ നമ്മളെന്ന് വെച്ചാൽ നമുക്ക് we have to be very creative in that sense. ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ നമ്മള് ഒരുപാട് എനർജി നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് ടു അണ്ടർസ്റ്റാൻഡ് our existence. We have to drop or give up many things we have constructed about ourselves. അങ്ങനെ മാത്രമേ ചിലപ്പോൾ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. വിച്ച് ഈസ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ അലോൺ. അതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആയിരിക്കലിൽ ഫോക്കസ് ചെയ്യേണ്ടത് ദുഃഖത്തെ മനസ്സിലാക്കാൻ വളരെ പ്രധാനമാണ്. അതാണെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അലർട്ട്നെസ് എന്നുള്ളൊരു അലർട്ട്നെസ് ഇസ് നോട്ട് ഇന്റലക്ട്, എ വർക്ക് ഓഫ് ഇന്റലക്ട്. ഇറ്റ്സ് നോട്ട് കൺസെപ്ച്വൽ
കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള സാധനങ്ങൾ. കാൽക്കുലേഷനും കൺസ്ട്രക്ഷനും ഭാഷ, തിയറീസ്, കൺസെപ്റ്റ് ഒക്കെ തന്നെ ആവരണമാണ്. അത് സൂപ്പർ പോസ്റ്റ് ഓൺ ദ awareness, alertness. It is channelizing or configurate the awareness. So you cannot repeat what is there to the being, that existence. അരിക്കലിന്റെ സ്വഭാവത്തിലേക്ക് അരിക്കലിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ അതിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളായിട്ട് മാറും, ആവരണങ്ങളായിട്ട് മാറും, തിയററ്റിക്കൽ അങ്ങനെയുള്ളത്. അലർട്ട്നെസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം. ഈ അനിമൽസ് ആർ ദോസ് തിങ്സ്. പൂച്ച, കാക്കകൾ, they are very alert. And between them and the world, the experiential world. അതിന്റെ മേലെ ആവരണങ്ങൾ വീഴ്ത്തുന്ന ഒന്നും അത് ക്യാരി ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് അതിന് ബ്രെയിൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയല്ല. ദാറ്റ് ഇസ് നോട്ട് ദ വേ ഐ ആം ടോക്കിംഗ്. ഈ ബ്രെയിന് എങ്ങനെ ഒരു ഇടിയെ എന്ന് വെച്ചാൽ ഈ ന്യൂറൽ സിസ്റ്റം എങ്ങനെ വലിയൊരു ഇമാജിനറി സാധനത്തിന് ഉണ്ടാക്കി മനുഷ്യർക്കും ലോകത്തിനും ഇടയിൽ. അതാണ്. So any analysis or approach that banks on those structures, intellectual, conceptual, theoretical, അത് ഈ അവയർനെസ്സിലേക്ക് എത്താൻ അതിനെ തടസ്സം മാത്രമാണ്, അതിന് ഇംപെഡിമെന്റ്. അലർട്ട്നെസ്സിന് അലർട്ട്സിന്റെ സിംപ്ലിസിറ്റിയെ ആക്കുന്നു, ഈ കൺഫ്യൂസ് ചെയ്യുന്ന. അവിടെ ആയിക്കലിന്റെ ഒരു ഭാവമായിട്ടാണ് ഈ ദുഃഖം വരുന്നെങ്കിലും അത് മുഴുവനും ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്നാണ്, അതിന്റെ എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആയിരിക്കൽ ശരീരം, ഒരു ജീവി ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് സറൗണ്ടിങ് ദാറ്റ് ബീയിങ്. പുത്ര, സമയമായില്ലേ? 12. സമയം സാർ, തുടരാം, നാളെ തുടരാം. കാരണം എന്താ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഈ ദത്ത ചെലവ് കുറെ കൂടുതലാണ് മനുഷ്യർക്ക്. ഇപ്പൊ ഈ കോവിഡ് കാലത്തെ ദത്ത ചെലവ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? ഡാറ്റ എക്സ്പെൻസ്. ഡാറ്റയാണല്ലോ ഇതൊക്കെ. ഈ സമയം മുഴുവൻ ഡാറ്റ ആണല്ലോ, ഡാറ്റ ചെലവാണല്ലോ. ഇത്രയും നേരം ആളുകളെ ഇരുത്തുന്നത് ശരിയല്ല. ഇത്രയും ഡാറ്റക്ക് പൈസ കൊടുക്കണം ആളുകൾ. ഡാറ്റ ചെലവുണ്ട്. നമ്മൾ കുറഞ്ഞ സമയത്ത് ഇപ്പൊ ഞാൻ ചെയ്തത് ശരിയല്ല. കാരണം എന്താ പറയുക, കുറഞ്ഞ രീതിയിൽ കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒതുക്കുക വേണ്ടത്, കാര്യങ്ങൾ പറഞ്ഞൊതുക്കുക വേണ്ടത്. നീട്ടി പറയുന്നത് ശരിയല്ല. ഈ സമയത്ത് ചെലവ് കൂടുതലാണ്. എന്തായാലും നാളെ തുടരാനുണ്ട് സാറേ. ശോഭ ഒന്ന് അനൗൺസ് ചെയ്യും. പിന്നെ ശോഭ ഒന്ന് അനൗൺസ് ചെയ്തോളൂ. പുത്ര, ഇപ്പൊ നിർത്താല്ലേ നിസാർ? ദത്ത ചെലവിനെ പറ്റി ബേജാറാവണ്ട. കാരണം എന്താ വെച്ചാല്, ചെലവ് എന്നുള്ളത് ആ രീതിയിൽ ഇപ്പൊ നമ്മള് ഓരോ ഇടങ്ങളിൽ നിന്നും മറ്റിടങ്ങളിലേക്കൊക്കെ വന്നിട്ടും അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മളിവിടെ അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇടങ്ങളിൽ ഇരുന്നിട്ടാണല്ലോ. അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് മറ്റത്. സാധാരണ ചെലവല്ലല്ലോ. ഡാറ്റക്ക് പൈസ കൊടുക്കണല്ലോ. ഡാറ്റ ആണല്ലോ അത് പോകുന്നത്. മൊബൈൽ ഡാറ്റ ഇല്ലേ?
സാധാരണ വരണേന് നമുക്ക് വേണ്ട സാറേ. സാധാരണ നമ്മള് വരുന്ന കുറച്ചും ഇതൊക്കെ വേണമല്ലേ? വേണ്ട. ഓരോരുത്തര് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്കും. അപ്പൊ അതിനെപ്പറ്റി നമ്മള് വിചാരപ്പെടണ്ട. വളരെ തുച്ഛമാണ്. അതന്നെ കറക്റ്റ് രാജഗോപാൽ. അപ്പൊ അതിനെപ്പറ്റി നമ്മളിപ്പോ ദുഃഖിക്കണ്ട. അപ്പൊ എല്ലാവരും നാളെ 10:30 മണിക്ക് പ്രസന്റ് ആവുക. നിസാർ നാളെ തുടരും. വീണ്ടും നിസാർ നമ്മളെ സഹിക്കും. നിസാറിനെ നമ്മൾ കേൾക്കും അല്ലേ നിസാർ? ആർക്കറിയാം. ആ കേൾക്കും ഷുവർ. ശരി നിസാർ. ശരി ശരി ഓക്കെ ശരി. ബൈ. ഓക്കെ നിസാറെ, ലവ് യു.